അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അൺമാസ്കിംഗ് അനോമലീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ഈയിടെ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അബ്ദുള്ള ബാസിലും രഞ്ജിത്തുമായി നടന്ന ഒരു ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാം നിങ്ങളേറെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പിന്നെ ഈ അടുത്ത് വിവാദമായ സുംബ വിവാദവുമായിട്ടും ലിബറലൈസേഷൻ എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കും എന്നതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി ക്ലാരിറ്റിയോട് കൂടി ഡോക്ടർ അബ്ദുള്ള ബാസിൽ വിശദീകരിച്ചൊരു വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന്റെ അവസാന ഭാഗത്ത് സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടിട്ട് ചില പരാമർശങ്ങൾ രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്നും അതിന് മറുപടിയായിട്ട് ശ്രദ്ധേയമായ ബാസിലെ ചില പ്രസ്താവനകളുമാണ് ഇന്നത്തെ ലൈവിൽ നാം ചർച്ചക്കെടുക്കുന്നത്. നമ്മോടൊപ്പം അമീറാണ്. അമീർ അതോടൊപ്പം തന്നെ ജുനൈദ് കുറ്റി എന്നിവരാണ് ചർച്ചക്കുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ഈയുടെ ഓഡിയൻസിനെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നേരെ നമുക്ക് ആ ക്ലിപ്പിലേക്ക് പോകാം. അതെ, അത് ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ ഖുർആനിലുള്ള സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള ആയത്ത് തുടങ്ങുന്നത് തന്നെ പുരുഷന്മാരോട് പറയുക അവരുടെ ദൃഷ്ടി താഴ്ത്തുക, പുരുഷന്മാരെ നോക്കരുതാണ് ആദ്യത്തെ കൽപ്പന. രണ്ടാമത്തതാണ് ഈ സ്ത്രീയുടെ വസ്ത്രധാരണം പറഞ്ഞത്. എന്നിട്ട് അതിന്റെ റീസണും പറഞ്ഞ് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി. അപ്പം റീസൺ എന്താണെന്നത് വളരെ ക്ലിയർ ആണ്. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? പുരുഷൻ നിയന്ത്രിക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു മെഷർ എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സ്ത്രീയുടെ വസ്ത്രവും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് വളരെ പുരുഷൻ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യം. കാരണം പുരുഷനാണ് നിയന്ത്രിക്കേണ്ടത്. കാരണം സ്ത്രീ അതിന് പേരിൽ പുരുഷന് അമിതമായ കാമാസക്തി ഉണ്ടാവുകയും പുരുഷൻ ആക്രമിക്കുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന സ്ത്രീയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊരു ഇപ്പോ കാരശ്ശേരി മാഷ് പറയുന്നത് പോലെ പട്ടി ഇളകി അത് കടിക്കാൻ വരികയാണ്. കടിക്കാൻ വരുമ്പോൾ നമ്മൾ പട്ടിയാണ് കെട്ടിയിടേണ്ടത്. അതിന് പകരം മനുഷ്യനെ കെട്ടിയിടാൻ പറ്റില്ല. അങ്ങനെ അതുപോലെ ആക്രമിക്കുമെന്നുള്ളത് കൊണ്ട് കെട്ടിയിടുന്ന ആശ മനസ്സിലായി. ഒരു 100 പട്ടികൾ പേളകി നാട്ടിൽ മൊത്തം നടക്കുകയാണെങ്കിൽ നമ്മളെല്ലാരും പറയും ഒന്ന് വീട്ടിൽ പൊതുവെ നിൽക്കാൻ പറ്റുമെന്ന് പറയും. ഇതേപോലെയാണ് നമ്മുടെ സൊസൈറ്റി എല്ലാ കാലത്തും. ഞാൻ പറഞ്ഞത് അവിടെ ഒരു പട്ടിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചങ്ങലക്കിടാൻ പറ്റും. ഇവിടെ ഉള്ള എല്ലാ പുരുഷന്റെയും ഞാൻ ചോദിക്കുന്നു, താങ്കൾ ഒരു പുരുഷൻ സമൂഹത്തിൽ എത്ര പുരുഷന്മാർ കയറി താങ്കൾ ഒരു പുരുഷൻ എന്ന നിലക്ക് വളരെ ക്ലീൻ ആയിട്ട് ആലോചിച്ച് നോക്കാം. എത്ര പുരുഷന്മാർ, നമുക്ക് ഒരുപാട് പുരുഷന്മാരെ പരിചയമുണ്ടല്ലോ, എത്ര പുരുഷന്മാർ ഒരു സ്ത്രീയുടെ നഗ്നത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബോഡി കണ്ടാൽ അത് അനാവശ്യമായി ചിന്തിക്കുകയും നോക്കുകയും ചെയ്യുന്നുണ്ടെന്ന് താങ്കൾക്ക് ഒരു പക്ഷെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ താങ്കൾ പറയാൻ പറ്റും. അങ്ങനെ ഒരുപാട് പുരുഷന്മാർ അപ്പുറത്ത് അതൊരു അതിക്രമത്തിലേക്ക് പോകുന്ന എത്ര സമയമാണ്. അവിടെയാണ് മതത്തിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഈ നോക്കൂ, ഇവിടെ കൃത്യമായി ഡോക്ടർ അബ്ദുള്ള ബാസിൽ സ്ത്രീയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾ പരാമർശിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് ഒരു സ്ഥിരം ക്ലീശയാണ്. പിന്നെ പേ ഇളകിയാൽ നായയാണ് കെട്ടിയിടേണ്ടത്. അതായത് സ്ത്രീയുടെ വസ്ത്രധാരണം കണ്ട് പുരുഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് പുരുഷനെയാണ് നിയന്ത്രിക്കേണ്ടത്, സ്ത്രീകളെയല്ല എന്നുള്ള സ്ഥിരം ഒരു ഡയലോഗാണ്. അത് പിന്നെ സ്ത്രീയെ ആകാൻ നിലക്കൊരു നിയന്ത്രണം ആവശ്യമില്ല, പക്ഷെ പുരുഷൻ മാത്രമാണ് നിയന്ത്രിക്കപ്പെടേണ്ടതെന്നും മാത്രവുമല്ല എത്രത്തോളം അതിക്രമങ്ങൾ ആ നിലക്ക് ഉണ്ടാവും എന്ന് തിരിച്ചദ്ദേഹം ചോദിക്കുന്നുണ്ട്. അമീർ, എന്താണ് അതിന്റെ വസ്തുത? ആ നിലക്ക് പേളകിയ പുരുഷനെ ആണോ കെട്ടിയിടേണ്ടത്, അല്ലെങ്കിൽ ഇസ്ലാം നിർദ്ദേശിച്ച വസ്ത്രധാരണത്തിന് ഒരു പ്രസക്തിയില്ലേ? നമ്മള് എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുമ്പോ നമുക്ക് തോന്നുന്ന ഒരു സംഗതി എന്ന് വെച്ചാല് ഒരു സൊസൈറ്റിയിൽ ഒരു ക്രൈം നടക്കുമ്പോ അല്ലെങ്കിൽ ക്രൈം നടക്കാൻ സാധ്യതയുള്ള ഒരു എന്തെങ്കിലും ഇത് വരുമ്പോ അവിടെ 2 തരത്തില്. ഇപ്പൊ ഒന്ന്, നമുക്ക് ഇതിന്റെ ഒരു പ്രിവെന്റീവ് മെത്തേഡ് നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ അത് ക്രൈം നടക്കാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് നമുക്ക് എടുക്കാം. രണ്ടാമത്തത് ക്രൈം നടന്നു കഴിഞ്ഞാലുള്ള ഒരു കറക്റ്റീവ് മെഷേഴ്സും നമ്മൾ എടുക്കാം. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോ ഇവിടെ ഒരു സ്ത്രീയെ ഒരു റേപ്പ് ചെയ്യാനുള്ള, ഹരാസ് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അങ്ങനെ ഒരു റേപ്പ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലീഗലായിട്ട് ആ ഒഫൻഡറെ നമ്മൾ പണിഷ് ചെയ്യുന്ന ഒരു ലീഗൽ സിസ്റ്റം പ്രൊസീജിയർ ഉണ്ട്. അതാണ് അതിന്റെ ഒരു കറക്റ്റീവ് മെഷേഴ്സ്. അതേപോലെ വിക്ടിമിനുള്ള റീഹാബിലിറ്റേഷൻ കാര്യങ്ങൾ. പക്ഷെ ഇത് നടക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, അതാണ് അതിന്റെ ഒരു പ്രിവെന്റീവ് മെത്തേഡ്. അപ്പൊ ഇതില് ഈ ശ്രീജിത്ത് പറയുന്ന ഒരു പ്രിവെന്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാല് പിന്നെ പേ പിടിച്ച നായെ കെട്ടിയിടണം. അതായത് ഒരു പുരുഷനെ എന്ത് ചെയ്യണം? പുരുഷനെ നമ്മൾ കെട്ടിടണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ അതായത് ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്രിസൺ ചെയ്യണം എന്നുള്ളതാണ്. എങ്ങനെ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. മറ്റൊന്ന്, എത്ര പേര് പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ മുമ്പ് നോക്കുമ്പോൾ ചില സർവേകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ എത്ര ഉണ്ട് എന്നുള്ള ഇത് പരിശോധിക്കാനുള്ള സർവേകൾ ഉണ്ട്. അപ്പൊ ആ സർവേകൾ എന്ന് വെച്ചാൽ ഇപ്പൊ പുരുഷന്മാർക്ക് പിന്നെ അവർക്കൊരു ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക്
പിന്നെ ഒരു ഫോഴ്സ്ഫുള്ളി ഒരു ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ഒരു സെക്ഷൽ എൻകൗണ്ടറിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നു. നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പിന്നെ നിങ്ങൾക്കെതിരെ ഒരു കേസ് ഉണ്ടാവില്ല, ഒരു പോലീസ് അല്ലെങ്കിൽ കോർട്ട് പ്രൊസീജിയർ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളെ വീട്ടുകാരോ കുടുംബക്കാരോ അത് അറിയില്ല, നാട്ടിലാരും അറിയില്ല, നിങ്ങളുടെ ഡിഗ്നിറ്റിക്ക് ഒന്നും സംഭവിക്കൂല എന്നിങ്ങനെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുകയോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പൊ അതില് ആ സർവേ കഴിയുമ്പോൾ അതിൽ 35% ആളുകളും അത് ചെയ്യും എന്നാണ് പറഞ്ഞത്, ചെയ്യും എന്നുള്ളത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ 100 പേരിൽ 35 പേര് നമ്മൾ ഈ സർവേനെ ബേസ് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. 100 പേരിൽ 35 പേര്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ടൗണിൽ നിൽക്കുമ്പോൾ അവിടെ ഉള്ള 100 പേരിൽ ഏതൊക്കെ 35 പേരാണ് ഈ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? നമുക്ക് കഴിയൂല. അപ്പൊ ഇനി ഐഡന്റിഫൈ ചെയ്താൽ ഇവരെ ഈ 35 പേരെ നമുക്ക് എന്ത് ചെയ്യാം, ജയിലിലിറക്കാം. അപ്പൊ ബാക്കിയുള്ളവരുമായിട്ട് നമ്മൾ ഏത് പെണ്ണുങ്ങൾക്കും ഇങ്ങനെ സേഫ് ആയിട്ട് നടക്കാം എന്നാണോ ഉദ്ദേശിക്കുന്നത്? പക്ഷെ അത് എത്രത്തോളം അതിന് പ്രാക്ടിക്കലാണ്? അപ്പൊ നമുക്ക് അവിടെ എടുക്കാവുന്ന പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു റേപ്പിനുള്ള പ്രിവെന്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ 2 തരത്തിലാണ്. ഒന്നെങ്കിൽ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ മുഴുവൻ നമ്മൾ ഇംപ്രിസൺ ചെയ്യുക, ജയിലിലടക്കുക. അല്ലെങ്കിൽ ആരാണ് പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ എന്ന് അറിയാത്തത് കൊണ്ട്, സമൂഹത്തിൽ അവരുണ്ട് പക്ഷെ ആരാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല, അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ആക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് ചോദിച്ചാൽ അതിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ സ്ഥിരമായി പറയാറുള്ളത് പോലെ തന്നെ ഇപ്പൊ ഒരു കള്ളന് മോഷ്ടിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ ഇല്ലാതാക്കുന്നുണ്ടോ, അത് വിലപിടിപ്പുള്ള സാധനങ്ങൾ വെക്കുന്ന ഇപ്പൊ ജ്വല്ലറിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ബാങ്കിലാണെങ്കിലും എല്ലാം എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ടോ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ അത്രയും പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാം. അപ്പൊ അത് ഇനിയിപ്പോ അത് നമ്മൾ നോക്കണമെങ്കിൽ നമുക്കിപ്പോ ഉദാഹരണത്തിന് ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നു, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവും. അത് നോക്കിയാൽ നമുക്ക് ചില പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റേപ്പുകളുടെ ഒരു കേസ് ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് അതിന് ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്താൽ ആ പാറ്റേണെ ബേസ് ചെയ്തിട്ട് ആ പാറ്റേൺ എവിടെയെല്ലാം ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ അത്തരം സാധ്യതകളെ നമുക്ക് ഇല്ലാതാക്കാം. ഇപ്പോ യൂറോപ്യൻ ജേർണൽ ഓഫ് സൈക്കോളജി വിത്ത് പിന്നെ ലീഗൽ കോണ്ടെക്സ്റ്റിലുള്ള ഒരു ജേർണലാണ്. അതില് UK ഒരു സ്പെസിഫിക് റീജിയനെ ബേസ് ചെയ്ത് നടന്നിട്ടുള്ള ഒരു പഠനമുണ്ട്. ആ പഠനത്തില് അതായത് റേപ്പിന്റെ മിത്തുകളെ പൊളിക്കുകയും റേപ്പിന്റെമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയും ചെയ്യുന്ന ഒരു പഠനമാണ്. അപ്പൊ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളുടെ എല്ലാവരുടെയും ധാരണ എന്ന് വെച്ചാൽ നമ്മുടെ രാത്രിയിൽ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു, അപ്പൊ പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ഒരാൾ ചാടി വീണ് ആ സ്ത്രീയെ റേപ്പ് ചെയ്യുന്നു. ഇതാണ്. പക്ഷെ ഇതല്ല സത്യത്തിൽ റേപ്പ് നടക്കുന്നതെന്നാണ് അതിൽ പറഞ്ഞു വരുന്നത്, കൃത്യമായിട്ട് ഫാക്ട് ഉപയോഗിച്ചിട്ട്. അപ്പൊ അതിൽ പറയുന്നത് പിന്നെ റേപ്പ് ചെയ്യുന്നവരിൽ 70% ആളുകളും ക്ലോസ് ആയിട്ടുള്ള അറിയുന്ന ആളുകളാണ്, നോൺ ആയിട്ടുള്ള ആളുകളാണ്. അത് റിലേറ്റീവ്സ് ആവാം, പിന്നെ ക്ലോസ് ഫ്രണ്ട്സ് ആവാം, പിന്നെ ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ അവരുടെ അറിയുന്ന ഏറ്റവും അടുത്തറിയുന്ന ആളുകളാവാം എന്നുള്ളതാണ്. 17.4% നോൺ സ്ട്രേഞ്ചേഴ്സ് ആണ്. പ്യൂർലി സ്ട്രേഞ്ചേഴ്സ് അല്ല, നോൺ സ്ട്രേഞ്ചേഴ്സ്. നോൺ സ്ട്രേഞ്ചേഴ്സ് ആകുമ്പോൾ സ്ഥിരമായി പിന്നെ പോകുന്ന വഴിയിൽ കാണുന്ന ഇപ്പോ ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ ബസ് കണ്ടക്ടർ, ക്യാബ് ഡ്രൈവർ, ഇങ്ങനെയുള്ള ആളുകൾ നോൺ സ്ട്രേഞ്ചേഴ്സ്. അപ്പോ ഓൾമോസ്റ്റ് 87.4% അറിയുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ റേപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തത് റേപ്പ് നടക്കുന്നത് കൂടുതലും പിന്നെ ഇൻഡോറിൽ വെച്ചിട്ടാണ്, ഔട്ട്ഡോറിലല്ല, ഇൻഡോറിലാണ് കൂടുതൽ നടക്കുന്നത്. പിന്നെ റേപ്പ് നടത്തപ്പെടുന്ന വിക്ടിംസിൽ കൂടുതലും 17 വയസ്സിനും 34 വയസ്സിനും ഇടയിലുള്ളവരാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ അതുപോലെ റേപ്പ് ചെയ്യുന്നവരധികം പേരും പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചവരാണ്. പിന്നെ നോക്കുമ്പോൾ പിന്നെ 17-നും 34-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ പിന്നെ അറിയുന്ന ആളുകളെ കൂടെ എവിടെയെങ്കിലും പിന്നെ ഒറ്റയ്ക്കാവുന്നത് പിന്നെ എന്ത് ചെയ്യണം, അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതാക്കിയാൽ ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾക്ക് കാണാം. ആ പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ലിമിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടെയാണ് ഇപ്പോ ബാസിലയിൽ പറയുന്ന പോലെ തന്നെ പിന്നെ ഖുറാനിൽ പറയുന്നുണ്ട്, ആദ്യം പുരുഷന്മാരോട് കണ്ണ് താഴ്ത്താൻ പറയുന്നുണ്ട്.
ആയത്തുകൾ ശ്രദ്ധിച്ചാൽ തന്നെ ഫസ്റ്റ് പുരുഷനോടാണ് പറയുന്നത്. നിങ്ങൾ 2 കാര്യങ്ങൾ പുരുഷനോടും 3 കാര്യങ്ങൾ സ്ത്രീയോടും പറയുന്നുണ്ട്. വളരെ കൃത്യമാണ് കാര്യങ്ങള്. പുരുഷനോട് പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ കണ്ണ് താഴ്ത്തുക 1. രണ്ടാമത്തേത് നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സ് നിങ്ങൾ പിന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. സ്ത്രീയോട് ഇതേപോലെ തന്നെ ആദ്യം ഈ 2 കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങളുടെ കണ്ണ് താഴ്ത്തുക, നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സ് സൂക്ഷിക്കുക. മൂന്നാമത്തെ പറയുന്നത് നിങ്ങളുടെ വസ്ത്രധാരണം അത് പ്രോപ്പർ ആക്കുക എന്നുള്ളത്. കാരണം ഇത് അത്തരം ഒരു എക്സ്പ്ലോയിറ്റേഷനിലേക്ക് റേപ്പിലേക്ക് പോകാതിരിക്കാൻ 2 ഭാഗത്തുനിന്നും സ്വീകരിക്കുന്ന നടപടി. അപ്പൊ സ്ത്രീകളോട് എന്തിനാണ് വസ്ത്രധാരണത്തിന്റെ ഒന്ന് അഡീഷണൽ പറഞ്ഞു ചോദിച്ചാൽ, അവിടെ നമ്മൾ പുരുഷന്റെയും സ്ത്രീന്റെയും ബയോളജി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക പുരുഷൻ വിഷ്വലി സ്റ്റിമുലേറ്റഡ് ആവുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീയുടെ വസ്ത്രധാരണം പുരുഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കണ്ണ് താഴ്ത്താൻ പുരുഷനോട് പറയുകയും ചെയ്തു. അതേപോലെ തന്നെ സ്ത്രീയോട് വസ്ത്രധാരണം സൂക്ഷിക്കാനും പറഞ്ഞു, കണ്ണ് താഴ്ത്താനും പറഞ്ഞു, 2 പേരോടും പ്രൈവറ്റ് പാർട്സ് സൂക്ഷിക്കാനും പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ എന്നൊക്കെ പറയില്ലേ ഈ പാസ്വേഡ് ഇടുമ്പോ, അതേപോലെ തന്നെ 2 സൈഡിൽ നിന്നും കംപ്ലീറ്റ് എല്ലാ സാധ്യതകളെയും എന്ത് ചെയ്യാണ് എന്നിട്ട് ഇല്ലാതാക്കുന്ന രൂപത്തിലാണ് ഖുർആൻ ഒരു സൊസൈറ്റിയിലേക്ക് മുന്നിൽ വെക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ്. അത് തന്നെയാണ് അവിടെ ഒരു പരിഹാരമായിട്ടുള്ളത്. വളരെ കൃത്യമാണ് അമീർ പറഞ്ഞത്. കാരണം പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച ദൈവത്തിനറിയാം ഏത് നിലക്കാണ് ഈ റെഗുലേഷൻസ് നിയമങ്ങളൊക്കെ വെക്കേണ്ടത് എന്നുള്ളത്. അതായത് ഒരു സിറ്റുവേഷൻ ആ ഒരു സാഹചര്യം ഒഴിവാക്കുക, അതോടൊപ്പം തന്നെ പുരുഷനോട് കണ്ണ് താഴ്ത്താനും സ്ത്രീകളോട് ശരിയായ വസ്ത്രം ധരിക്കാനും പറഞ്ഞ ഒരു ദൈവിക നിർദ്ദേശം. ഇത് തന്നെ മതി ഇസ്ലാം ഒരു ദൈവിക മതമാണ് തെളിയിക്കാൻ. ജുനൈദ് ഇതിൽ ആഡ് ചെയ്യാനുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് താങ്ക്സ് ഉണ്ട്. പിന്നെ അടുത്തൊരു കാര്യം, ഞാൻ ഈ വീഡിയോ നമ്മൾ എടുത്തിട്ടുള്ളത് റിപ്പോർട്ടർ ടിവിയുടെ ഒരു ഇന്റർവ്യൂ എന്നാണ്. ആ ഇന്റർവ്യൂവിലെ കാണാൻ ശ്രമിക്കുക. കാരണം ആ ഇന്റർവ്യൂവില് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യം പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വളരെ ചെറിയൊരു ഭാഗം നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോ ഈ ഭാഗത്ത് അദ്ദേഹം പറയുന്ന എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് പട്ടികൾ അവരിങ്ങനെ പേ പിടിച്ച കുറെ പട്ടികൾ ഉണ്ടെങ്കിൽ അത് സാധാരണക്കാരെ പരിസ്ഥിതി കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു അറ്റാക്കിലേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഇപ്പോ അത് ബാസിലെടുത്ത് പറയുന്നുണ്ട്. ഇപ്പോ ഈ വിഷയം പറയുമ്പോൾ, അതായത് പുരുഷന്മാര് രഞ്ജിത്ത് പറയണം, പുരുഷന്മാര് എത്ര പേര് അങ്ങനെ സ്ത്രീകളെ കുറിച്ച് അവരുടെ ശരീരത്തിലേക്ക് നോക്കി വേറെ ഇത്ര രീതിയിൽ ചിന്തിക്കാതിരിക്കുന്ന എത്ര പുരുഷന്മാരുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഞാൻ പറയണേ, കേൾക്കുന്ന എല്ലാ ചെറുപ്പക്കാരും ഒന്ന് അറിയിക്കുക. ഓക്കെ, ഇത് സ്യൂഡോ സയൻസ് ഒന്നല്ല. ഒരാൾ നിങ്ങളോട് ഒരു ആണെന്ന രീതിയിൽ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളില്ല, നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പൊ ഒരാൾ പറയാണ് അങ്ങനെ പുരുഷന്മാർക്ക് സ്ത്രീയെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരഭാഗങ്ങളിലേക്ക് നോക്കാൻ ടെൻഡൻസി ഉണ്ടാവില്ല എന്നുള്ള കാര്യം എത്രത്തോളം സത്യമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞ പോലെ, അത് ഒരു അറ്റാക്കിലേക്ക് പോകുന്നില്ലല്ലോ എന്നുള്ള വിഷയമാണ് ഇവർ പറയുന്നത്. അറ്റാക്കിലേക്ക് പോകണം എന്ന് ഇസ്ലാമിൽ നിർബന്ധമല്ല. ഇപ്പൊ കണ്ണുകൾ താഴ്ത്താൻ പറഞ്ഞത് അവിടെ റേപ്പ് നടക്കും എന്ന് പറഞ്ഞ എക്സ്ട്രീം കണ്ടീഷൻ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല. ഇസ്ലാം നിർത്തത് അങ്ങനെയാണ്. ആ സ്ത്രീ ഒരു നിലക്ക് പോലും ശല്യപ്പെടാൻ പാടില്ല എന്ന രീതിയിലാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത് കണ്ണുകൊണ്ടായാലും ശരി. ഇപ്പൊ കണ്ണുകൊണ്ട് ആ സ്ത്രീ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറാൻ പാടില്ല. ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് അവളുടെ സമ്മതമില്ലാതെ നോക്കുക എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, അതിന് അള്ളാഹു അനുവദിച്ചിട്ടുള്ള ഇണയുണ്ട്. ആ ഇണയുമായിട്ടുള്ള ബന്ധപ്പെടൽ മാത്രമേ ഉള്ളൂ. കണ്ണിന്റെ കാഴ്ച പോലും അല്ലാതെ ഈ പറഞ്ഞ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമല്ല. അപ്പൊ അത് സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്കല്ല ഇവരിത് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കണ്ണുകൊണ്ട് നോട്ടം പോലും എന്താണ്, അതുപോലും കൺട്രോൾ ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് മുസ്ലിങ്ങളുടെ അടിസ്ഥാന വിശ്വാസപരമായിട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാഴ്ചകള്, നോട്ടം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി അവള് അല്പവസ്ത്രം ധരിച്ചു പോവാന്ന് വിചാരിക്കുക. അപ്പൊ ഒരു പുരുഷനുണ്ട്, അദ്ദേഹം ഒരു ലിബറൽ ചിന്താഗതി അല്ലെങ്കിൽ ഒരു ഫ്രീ തിങ്കർ ആണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തെ പ്രത്യേകിച്ച് ആഫ്റ്റർ ലൈഫിനെ കുറിച്ച് ചിന്തയൊന്നുമില്ല, ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ. അതിനെ പ്രത്യേകിച്ച് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന അള്ളാഹു ഉണ്ടെന്നോ അള്ളാഹു നാളെ ഇതിന് ചോദ്യം ചെയ്യുന്നുള്ള വിശ്വാസമൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് നോക്കുന്നത്, അവൾ അറിയാതെ നോക്കുന്നതായിക്കോട്ടെ, അങ്ങനെ രഹസ്യമായി നോക്കുന്നത് ഇവരെ സംബന്ധിച്ച് തെറ്റല്ല. മനസ്സിലായല്ലോ? നേരെ മറിച്ച് തെറ്റായി വരുന്ന ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ. അതുപോലെ തെറ്റ് ഇസ്ലാമത്തെ വരുന്നുള്ളൂ, മറ്റു സ്ഥലത്ത് തെറ്റായി വരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് എന്ത് പറ്റുന്നത്, അവരത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അറ്റാക്കിലൊക്കെ പോകുന്നില്ലല്ലോ എന്നത് മാത്രം അവർ ഫോക്കസ് ചെയ്ത് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നത്.
പിന്നെ നേരത്തെ കുറച്ച് സ്റ്റഡികളെ കുറിച്ച് പറഞ്ഞിരുന്നു. നമുക്കിതിൽ ഓരോ ഭാഗം ഒന്നിങ്ങനെ എടുത്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് പുരുഷനെ കണ്ണ് താഴ്ത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇനി പുരുഷന്മാര് ഞങ്ങളിത് ഇസ്ലാം എന്തോ പുരുഷന്മാരോട് ഇങ്ങനെ നിങ്ങൾ കണ്ണൊക്കെ താഴ്ത്ത് എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നൊന്നും പറയണ്ട. പുരുഷന്മാർ കണ്ണ് താഴ്ത്തതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, റിയൽ ആയിട്ട് ഒരു പുരുഷന് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ പോലും ചിലർ സമ്മതിച്ചു തരില്ല, ചില ആൾക്കാർ അത് സമ്മതിച്ചു തരില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആയിട്ട് പോലും. ഒന്നാമതായിട്ട് നമ്മളിപ്പോ കാണുന്നത് നേച്ചർ ന്യൂറോ സയൻസിന്റെ ഒരു സ്റ്റഡി ആർട്ടിക്കിൾ ആണ്. അതിനകത്ത് ആണും മെൻ ആൻഡ് വുമൺ ഡിഫറെന്റ് ഇൻ അമിഗ്ഡാല റെസ്പോൺസ് ടു വിഷ്വൽ സെക്ഷുവൽ സ്റ്റിമുലി. പുരുഷനും സ്ത്രീയും എങ്ങനെയാണ് ഒരു സെക്ഷുവൽ സ്റ്റിമുലിക്ക് റെസ്പോൺസ് ചെയ്യുന്നത്, എങ്ങനെ ഡിഫറെന്റ് ആയിരിക്കുന്നു എന്നുള്ളൊരു പഠനമാണ്. ഇത് ചെറുതായിട്ട് ചുമ്മാ നമ്മളൊരു നാട്ടിലിറങ്ങി 100 പേര് എടുക്കുന്ന ഒരു ഒപ്പീനിയൻസ് അല്ല. പകരം ഇവിടെ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മെഡിക്കൽ രീതിയിൽ തന്നെയാണ് ഈ പ്രോഗ്രാം നടന്നിട്ടുള്ളത്. അതിനകത്ത് FMRI എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ഫങ്ഷണൽ മാഗ്നറ്റിക് റീസണബിൾ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് കണ്ടുപിടിച്ച കാര്യം എന്ന് പറയുന്നത് പുരുഷന്മാരെ കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുള്ളതും, അതേപോലെ തന്നെ ഇത്തരം സെക്ഷൽ സ്റ്റിമുലി വരുമ്പോൾ പുരുഷനും ഒരു സാധനം കാണിച്ചു കൊടുത്തു, സ്ത്രീക്കൊന്ന് കാണിച്ചു കൊടുത്തു. രണ്ടുപേർക്കും ഒരേ സാധനം കാണിച്ചു കൊടുത്തിട്ട് പുരുഷന്മാരുടെ ബ്രെയിനിന്റെ പ്രത്യേക ഭാഗത്ത്, അതാണ് അമേഗ്ഡാല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രത്യേക ഭാഗത്ത് കൂടുതലായിട്ട് റെസ്പോൺസ് കാണിക്കുന്നത്. പുരുഷന്മാരെ കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നുണ്ട്, അതിലേക്ക് റെസ്പോൺസ് കാണിക്കുന്നുണ്ട് സ്ത്രീകളെക്കാൾ എത്രയോ മടങ്ങ് എന്നാണ് ഈ പഠനം പറയുന്നത്. അപ്പൊ സ്ത്രീക്കും പുരുഷനും ഐഡന്റിക്കൽ ആയിട്ടുള്ള സെയിം പിക്ചർ, സെയിം വീഡിയോ കാണിച്ചു കൊടുത്താലും പുരുഷന്മാർക്കാണ് അത് കൂടുതലായിട്ട് ബ്രെയിനിലേക്ക് വരുന്നത്, അവരിലാണ് കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത് എന്നുള്ള പഠനം. അത് ഞാൻ പറഞ്ഞ പോലെ ന്യൂറോ സയൻസിന്റെ പഠനമാണ് കാണിച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് ഇനി സ്ത്രീകൾ ശരീരം മറക്കേണ്ട ആവശ്യം എന്നുള്ളതാണ്. ശരീരം മറക്കേണ്ട ഒരു വസ്ത്രം ധരിക്കേണ്ട ആവശ്യം എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള ഡ്രസ്സുകളും മറക്കേണ്ട ഡ്രസ്സ് എന്ന് പറയും. ചില ആൾക്കാർ പറയുന്നത് എന്താണ്, ഇപ്പൊ അമേരിക്കയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വയറിന്റെ ഭാഗം കാണിക്കുന്നത് തെറ്റല്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചില രാജ്യങ്ങളിൽ കുറച്ചുകൂടി താഴ്ത്തിട്ട് ഡ്രസ്സ് ഇടാന്നൊക്കെ പറയുന്നു. അപ്പം ഇതിൽ ഏത് പരിധി വരെ പോകണം എന്ന വിഷയത്തിൽ തന്നെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ വിശ്വാസം സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളത് അള്ളാഹുവിനാണ്. അപ്പൊ അള്ളാഹുവാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിട്ടുള്ളത്, പുരുഷനെ സൃഷ്ടിച്ചിട്ടുള്ളതും. അതുകൊണ്ട് നിങ്ങൾ ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബിക്കിനീസ് എങ്ങനെയാണ് ഒരു പുരുഷന്റെ മുന്നിലേക്ക് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. സ്വാഭാവികമായിട്ട് ബിക്കിനി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൽ സ്റ്റിമുലി, അത് പുരുഷന്മാർക്ക് അട്രാക്ഷൻ തോന്നും, അവർ നോക്കും എന്നുള്ളത് അത് പരസ്യമാണ്. ഓക്കെ, രഹസ്യമായ പരസ്യം എന്ന് പറയാൻ കാരണം സമ്മതിച്ചു തരാതെ വീണ്ടും അടിയുള്ള ആൾക്കാരുണ്ടാവും. ഞാൻ അതുകൊണ്ട് വീണ്ടും പറയുന്നത് ബിക്കിനീസ് മേക്ക് മെൻ സീ വുമൺ ആസ് ഒബ്ജക്ട്സ്. ഇത് നാഷണൽ ജിയോഗ്രഫിയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണിത്. അപ്പോ സ്കാൻ ഈ പറഞ്ഞ നമ്മളുടെ സ്റ്റഡീസ്, മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റഡീസ്, ആ സ്റ്റഡീസ് മനസ്സിലാക്കുന്ന കാര്യമാണ് ബിക്കിനി എന്ന് പറയുന്നത് സ്ത്രീകളെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കുറച്ച് IPL പ്രോഗ്രാമൊക്കെ, IPL കളി നടക്കുന്ന സമയത്തും ചില ക്രിക്കറ്റ് മാച്ച് നടക്കുന്ന സമയത്തൊക്കെ അവിടെ പന്ത് 6 അടിക്കുമ്പോൾ 4 അടിക്കുമ്പോഴൊക്കെ അവിടെ ഡാൻസ് കളിക്കാൻ വേണ്ടി വരുന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ പലരും പറഞ്ഞിട്ടുള്ള ഓപ്പണായി പറഞ്ഞൊരു കാര്യം എന്താണ്, ജനങ്ങളെ ഞങ്ങളൊരു സെക്ഷൽ ഒബ്ജക്റ്റ്, സെക്ഷൽ ടോയ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ന്യൂസ് കാണാൻ സാധിക്കും. അത് കാരണം എന്താ, അത് അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു പഠനമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ സ്റ്റിമുലായിട്ട് ഒരുപാട് സ്ത്രീകൾ ഈ വിഷയം പറഞ്ഞിട്ടുമുണ്ട്, അത്തരം പ്രോഗ്രാമിൽ പോയ സ്ത്രീകൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അതിന്റെ ഞാൻ പറഞ്ഞ ന്യൂസിന്റെ പഠനം എന്ന് പറയുന്നത് വുമൺ ആസ് സെക്സ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് 2009 ഫെബ്രുവരി 17 ഒരു സ്റ്റഡിയാണ്. എ ന്യൂ സ്റ്റഡി പ്രസന്റ് അറ്റ് ദി റീസെന്റ് അമേരിക്കൻ അസോസിയേഷൻ ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് മീറ്റിംഗ് ഇൻ ചിക്കാഗോ ഷോസ് ദാറ്റ് വെൻ men see photos of scantily clad women, അത് scantily clad women എന്ന് പറയുകയാണെങ്കിൽ അല്പ വസ്ത്രധാരികളായിട്ടുള്ള പെൺകുട്ടികൾ, ഓക്കെ, their brain registers the woman as objects to be acted on. അപ്പോ ഇത്ര അല്പം വസ്തുധാരികളായിട്ടുള്ള പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്, ആ പെണ്ണ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഒരു ഒബ്ജക്ടിഫിക്കേഷൻ ആണ് നടക്കുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സ്റ്റഡിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾ അത് കവർ ചെയ്യുന്നത് എന്തിന്റെ ഭാഗമാണ്? ഇത് നമ്മൾ പറയുന്നത് സ്ത്രീകൾ കവർ ചെയ്യുന്നത് പുരുഷന്മാർക്ക് ഗുണമുണ്ടായിട്ടല്ല. വീണ്ടും പറയാൻ കാരണം എന്താ പറയുക, ഇവര് ചെയ്യുന്നത് പുരുഷന്മാർക്ക് എന്തോ ഗുണമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വസ്ത്രധാരണം നടക്കുന്നതാണ് പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് അൾട്ടിമേറ്റ്ലി, അതാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ എന്താ അവരോട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ പുരുഷന്മാർ ആഗ്രഹിച്ചോട്ടെ, പക്ഷെ നിങ്ങളൊരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെടേണ്ട സാധനമല്ല. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഒരു മനുഷ്യന്റെ രണ്ട് വിഭാഗത്തിൽപ്പെട്ട
മനുഷ്യരെന്ന് പറയുമ്പോൾ പുരുഷനുണ്ട്, അതിൽ സ്ത്രീ ഉണ്ട്. അപ്പൊ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു പുരുഷനെ സെക്ഷൽ ആയിട്ടോ കാണാനും ആസ്വദിക്കാനുള്ള ഒരു വസ്തുവല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് എന്നാണ്. അത് നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് കവർ ചെയ്യണം എന്നുള്ളൊരു അതിന്റെ ഒരു എന്താ പറയാ വൺ ഓഫ് ദി മെഷറായിട്ട് പറയുന്നത് തന്നെ ഉള്ളൂ നമ്മളവിടെ. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം. ഡ്രസ്സ് എന്ന് പറയുന്നത് സ്ത്രീകള് വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് പുരുഷന്മാർക്ക് അല്ല കിട്ടുന്നത്. കാരണം പുരുഷന്മാർ ആഗ്രഹിക്കുന്ന കാര്യമല്ല എന്നാണ് പഠനം പറയുന്നത്. സ്ത്രീകളോട് വസ്ത്രം ധരിക്കാൻ പറയാനുള്ള കാരണം നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളെ പുരുഷന്റെ കണ്ണിന്റെ ഉള്ളിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഒബ്ജക്ടിഫിക്കേഷൻ നടക്കാൻ പാടില്ല. നിങ്ങൾ മനുഷ്യരെന്ന് പറയുമ്പോൾ ഇപ്പം പണ്ടൊക്കെ ഒരുപാട് നടന്ന ചർച്ചകൾ നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറെ കാലം മുമ്പൊക്കെ നടന്ന ചർച്ചകൾ മനുഷ്യ സ്ത്രീ എന്ന് പറയുന്നത് ശരിക്കും ആത്മാവുള്ള ഒരു ജീവി തന്നെയാണോ, അതോ പുരുഷന് വേണ്ടിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണോ എന്ന രീതിയിലുള്ള ഈ ചർച്ചകളൊക്കെ ഒരുപാട് കാലം മുമ്പ് നടന്നതായിട്ടൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങളെന്ന് പറഞ്ഞാൽ മനുഷ്യരും ആണും പെണ്ണും രണ്ട് വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ അതില് നിങ്ങൾ പുരുഷന്റെ ഒബ്ജക്റ്റ് ഒന്നല്ല കണ്ടു രസിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബോഡി കവർ ചെയ്യുക. പുരുഷനോട് പറഞ്ഞു നീ നിന്റെ കണ്ണ് താഴ്ത്താന്ന് പറഞ്ഞു, അത് കേട്ട സ്ത്രീയോട് പറഞ്ഞത്. ഇനിയിപ്പോ ഈ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാലേ രണ്ടാമത് പറഞ്ഞതിലേക്ക് തന്നെ പോകുമ്പോൾ ഫസ്റ്റ് പറഞ്ഞതിലേക്ക് ആരും പോകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ആ പഠനം പറഞ്ഞത് പുരുഷന്മാരെ കണ്ണ് താഴ്ത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞത്. കാരണം എല്ലാ സ്ത്രീകളും സാധാരണ പറയുന്ന കാര്യം എന്ത് ഞങ്ങളോട് മാത്രം പറഞ്ഞു, ഞങ്ങളോട് മാത്രമല്ല പറയുന്നത്. ഫസ്റ്റ് പുരുഷനോട് പറഞ്ഞിട്ടാണ് പിന്നെ സ്ത്രീയോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നേ അത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം അവള് ഇസ്ലാമിക വേഷം ധരിച്ചാൽ അവളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പക്ഷെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം കണ്ണുകൾ താഴ്ത്താൻ അത്ര ഈസി ആയിട്ടുള്ള സംഗതി ഒന്നല്ല, ഒരു പാടായിട്ടുള്ളതാണ്. അവിടെയും ഇസ്ലാം സ്ത്രീക്ക് എളുപ്പം നൽകുകയും പുരുഷന് അവിടെ ഒരു പ്രയാസം തന്നെയാണത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഒരു പക്ഷെ ആ നിലക്കും പറയാം. അതെ അതെ. എന്നോട് കുറച്ചു കാലം മുമ്പ് സംസാരിച്ചൊരു സുഹൃത്തുണ്ട് കേട്ടോ. അവനോട് പറഞ്ഞ കാര്യമാണ് കണ്ണ് താഴ്ത്തി മടുത്തു. കാരണം എവിടെ പോയാലും ഇതാണ് അവസ്ഥ. കാരണം പുരുഷന് കണ്ണ് താഴ്ത്തുക എന്നുള്ളത് അത്ര ഈസി പ്രോസസ് ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്നു വേണ്ട. ഓക്കെ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ ഡ്രസ്സും സെക്സുമായി ബന്ധപ്പെട്ട ചില റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. അത് ഫാഷൻ ആൻഡ് ടെക്സ്റ്റൈൽസ്. സ്വാഭാവികമായിട്ടും ഡ്രസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റഡി നടക്കുന്നത് ഫാഷൻ ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണല്ലോ. അപ്പം ഇതില് ഡ്രസ് ആൻഡ് സെക്സ് എ റിവ്യൂ ഓഫ് എംപിരിക്കൽ റിസർച്ച് ആണ്. ഓക്കെ. ഇനി അത് നേരത്തെ ഞാൻ പറഞ്ഞ മൊത്തം എംപിരിക്കൽ റിസർച്ച് തന്നെ കേട്ടോ. ഒന്നാമത്തെ കാര്യം ഇൻവോൾവ് ഹ്യൂമൻ പാർട്ടിസിപ്പൻസ് ആൻഡ് പബ്ലിഷ്ഡ് ഇൻ റെഫറഡ് ജേർണൽസ്. അപ്പൊ ഇതൊരു ഒരുപാട് പഠനങ്ങൾ കൂടി ചേർത്തിട്ടുള്ള ഒരു പഠനമാണ് സത്യത്തിൽ ഇത്. ഇവിടെ പറയുന്നത് our research purpose was to assess research addressing relationships between dress and sex. Our view was focused on a 25-year span and on empirical research utilizing human participants published referred journals. ഒരുപാട് ജേർണൽസ് വന്നിട്ടുള്ള പഠനങ്ങൾ മൊത്തത്തിലുള്ള ഒരു കൺക്ലൂഷൻ ആയിട്ട് കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് ഇവിടെ ഇവർ പറയുന്ന ചില കാര്യങ്ങൾ ഒബ്സർവേഴ്സ് ലിങ്ക് വിയറിംഗ് സെക്സി ഡ്രസ് ടു വയലൻസ് ഇൻക്ലൂഡിംഗ് സെക്ഷുവൽ കൊറക്ഷൻ, സെക്ഷുവൽ ഹറാസ്മെന്റ്, സെക്ഷുവൽ അസാൾട്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഈ ചെറിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, സെക്സി ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്, അപ്പം അത്തരം വസ്ത്രം ധരിക്കുന്നതെല്ലാം ഈ പറഞ്ഞ വയലൻസിന്റെ ഒരു കാരണമായി തീരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ അയ്യോ സ്ത്രീകൾ വസ്ത്രം ധരിച്ചത് കാരണമാണോ നിങ്ങളൊക്കെ റേപ്പ് ചെയ്യുന്നത്? അയ്യോ അങ്ങനെയല്ല, അതൊരു കാരണമായി തീരുന്നുണ്ട് എന്നുള്ളതാണ് വീണ്ടും എടുത്ത് പറയുന്നത്. അപ്പം ഈ പഠനത്തിൽ പറയുന്നതാണ്. പിന്നെ ഇതിൽ നിങ്ങൾ പഠനം വായിച്ചതൊക്കെ മനസ്സിലാവും. അതിനകത്ത് പറയുന്ന വേറൊരു കാര്യമാണ്, ഇപ്പൊ മാതാപിതാക്കളെ പെൺകുട്ടികളെ ഇങ്ങനെ സെക്സ് ഡ്രസ് ധരിക്കാൻ നിർബന്ധിക്കുന്നുണ്ട് എന്നുള്ളതും, അതേപോലെ തന്നെ പെൺകുട്ടികൾ സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇത്തരം മിനി ഡ്രസ്സുകൾ ഇടാനുള്ള അവരും പുറത്തു വരുന്നുണ്ട്. ഇനി ചില ആളുകൾ ഞങ്ങള് സെക്ഷുവലി അവൈലബിൾ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതില്ലെന്ന് പറയണ്ട. കാരണം നിങ്ങൾക്ക് മനസ്സിലാണ്, നിങ്ങൾ തായ്വാന് പോലെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്നത് പറഞ്ഞാൽ മതി. അവിടെ റോട്ടിൽ ഇറങ്ങിയിട്ട് അവര് വസ്ത്രം മിനി ഡ്രസ്സ് ധരിച്ച് നിൽക്കുന്നത് വി ആർ സെക്ഷുവലി അവൈലബിൾ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്ലോത്തും അതേപോലെ തന്നെ ഒരു സ്ത്രീയുടെ സെക്ഷുവൽ ഡിസൈഡ്സ് അല്ലെങ്കിൽ സെക്സുമായി ബന്ധപ്പെട്ട വിഷയമായിട്ടുള്ള ഒരു പഠനമാണിത്. അപ്പൊ ഇതിനകത്ത് മറ്റൊരു ഇത് എവിടുന്നാണ് ഞാൻ പറയുന്നത്, അതില് ഇപ്പൊ പറഞ്ഞല്ലോ, അപ്പൊ സ്ത്രീകൾ ഇത് ചെയ്യണത് സ്ത്രീകളുടെ മേലെ ഒരു സോഷ്യൽ പ്രഷറും കൂടി അതിൽ വരുന്നുണ്ട്. അതായത് പിന്നെ സ്ത്രീയും പുരുഷനും വസ്ത്രം ധരിക്കുന്ന രീതി നമ്മളിപ്പോ എവിടെ നോക്കിയാലും പിന്നെ സ്ത്രീക്ക് അവളുടെ ശരീരത്തിന് മൗണ്ട് ഓഫ് സ്കിൻ കൂടുതലായിട്ട് പുറത്തേക്ക് കാണിക്കേണ്ടതായിട്ട് ഒരു സോഷ്യൽ പ്രഷർ ഉണ്ട്. ആ സോഷ്യൽ പ്രഷർ വളരെ ഹിഡൻ ആണ്.
പക്ഷെ ഒരു സ്ത്രീയോട് ഒരു മിനി സ്കേർട്ട് ധരിച്ച് അല്ലെങ്കിൽ ഒരു ക്ലീവേജ് ഒക്കെ കാണിച്ച് നടക്കുന്ന ഒരു സ്ത്രീയോട് പിന്നെ എന്തിനിങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് ചോദിച്ചാൽ അവർ പറയും ഇറ്റ്സ് മൈ ചോയ്സ്, മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ഇഷ്ടമാണ്. പക്ഷെ ആ ഇഷ്ടം എങ്ങനെ രൂപപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ ഒരു സോഷ്യൽ പ്രഷർ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് തന്നെ യു എസിൽ നടന്നിട്ടുണ്ട്, ഒരു സ്കിൻ ഗ്യാപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. സ്കിൻ ഗ്യാപ്പ് ടെസ്റ്റ് പറയുന്നത് എന്താ വെച്ചാല് പുരുഷനും സ്ത്രീയും ഒരു ഇവന്റിലേക്ക് വസ്ത്രം ധരിച്ച് പോരുമ്പോൾ നോർമലി നമ്മൾ കാണുന്ന ഇപ്പൊ എന്തെങ്കിലും അവാർഡ് നൈറ്റ്, ഇപ്പോ അക്കാദമി, പിന്നെ ഈ ഓസ്കർ അവാർഡ് പോലത്തെ ഒക്കെ ആണെങ്കിലും തന്നെ, അല്ലെങ്കിൽ ഈ കാൻ അവാർഡ്സിന്റെ ഒക്കെ നമ്മുടെ വേദികളൊക്കെ നോക്കിയാല് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റ് നമ്മൾ നോക്കിയാൽ പുരുഷന്റെ ഡ്രസ്സ് നമ്മൾ കണ്ടാൽ ഒരു ഫുൾ സ്യൂട്ട് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള സാധനമായിരിക്കും. പക്ഷെ സ്ത്രീകളുടെ നോക്കിയാൽ ശരീരത്തിന്റെ പല ഭാഗത്തും എമൗണ്ട് ഓഫ് സ്കിൻ, മാക്സിമം എമൗണ്ട് ഓഫ് സ്കിന്ന് പുറത്ത് കാണിക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ സ്ത്രീയുടെ മേലെ ഉള്ള ഒരു സോഷ്യൽ പ്രഷർ ഉണ്ട്. ആ സോഷ്യൽ പ്രഷർ ഉണ്ടാക്കുന്നത് മീഡിയ ആണ്, അല്ലെങ്കിൽ ആ മീഡിയയിൽ എങ്ങനെ പെണ്ണ് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നില് ആ സ്ത്രീയെ എങ്ങനെ പ്രസന്റ് ചെയ്യണം, ഡിസൈൻ ചെയ്യുന്നത് അത് ഒരു പുരുഷന്മാരുടെ തലയിൽ നിന്ന് വരുന്നതാണ്. സ്വാഭാവികമായിട്ടും സത്യത്തിൽ ഒരു പാട്രിയാർക്കിക്കെതിരെ പിന്നെ ഞങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരു ലിബറൽ ഫെമിനിസ്റ്റ് മൂവ്മെന്റുകൾ അവരറിയാതെ വീണ്ടും പാട്രിയാർക്കിക്ക് അടിമപ്പെടുന്ന രൂപത്തിലാണ് അവരുടെ വസ്ത്രധാരണം പോലും ഇന്ന് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കാൻ പറ്റുക. എനിക്കൊന്ന് ഒരു ബ്യൂട്ടി മിത്ത് എന്നൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നല്ലേ ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം ഒരു സൊസൈറ്റിയാണ് തീരുമാനിക്കേണ്ടത് സ്ത്രീ എന്ത് വസ്ത്രം ധരിക്കണമെന്ന്. അത് ഏറെക്കുറെ ചർച്ചയായിട്ടുണ്ട്. അപ്പൊ അത് എസ്പെഷ്യലി ഈ പിന്നെ ലൈക്ക് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയും അതേപോലെ സൊസൈറ്റിയും ഒക്കെ ഒരു പെണ്ണിന്റെ മുകളിൽ പ്രഷർ ചെയ്യണം അവൾ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. അവിടെ ഒരു ചോദ്യം, ദൈവം നിർദ്ദേശിച്ച വസ്ത്രം ധരിക്കണോ? ഇപ്പൊ നമ്മളൊക്കെ നാട്ടിലേക്ക് വരുന്ന ഇപ്പൊ സ്ത്രീകളുടെ ഒക്കെ ഒരു ഡ്രസ്സിംഗ് ഒക്കെ തന്നെ സത്യത്തിൽ അവര് നേർക്കുനേരെ പറയുന്നത് മൈ ബോഡി, എന്റെ ചോയ്സ്, എന്റെ ശരീരം എന്നൊക്കെ ആണെങ്കിൽ കൂടി ആ ചോയ്സിനെ രൂപപ്പെടുത്തി എടുക്കുന്ന ചില എലമെന്റ്സ് ഉണ്ട്. അപ്പൊ അത് ഇൻസ്റ്റാഗ്രാം റീൽസ് ആവാം, അതല്ലെങ്കിൽ സെലിബ്രിറ്റീസിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽസ് ആവാം, അതിന്റെ പുതിയ ട്രെൻഡ്സ് ആവാം. പക്ഷെ അവിടെയൊക്കെ പിന്നെ ആരാണ് അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലിനെ രൂപപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ, അത് പെണ്ണ് എങ്ങനെ പൊതുസമൂഹത്തിൽ പ്രസന്റ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ചില പുരുഷന്മാര് ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോ നമുക്ക് വളരെ വ്യക്തമായിട്ട് കേരളത്തിൽ നമുക്കറിയാം, ഈ അടുത്തൊരു പിന്നെ റിലീസായ പുറത്തുവിട്ട റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന സംഗതികളിൽ കൃത്യമായിട്ട് കേരളത്തിലെ മുൻനിരയിലുള്ള വിമൻ ആക്ട്രസുകൾ ഈ ജഡ്ജിന്റെ ഒക്കെ മുമ്പിൽ വന്ന് തുറന്നു പറഞ്ഞ എന്താന്ന് വെച്ചാല് പുരുഷൻ ഡയറക്ടറായ സിനിമകളിൽ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ബോഡി എക്സ്പോസ് ചെയ്യപ്പെടേണ്ടി വരുന്നു. അതേസമയം സ്ത്രീകളാണ് ഡയറക്ടർ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി മാന്യമായി വസ്ത്രം ധരിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ അത് ക്ലിയർ ആണ്. അപ്പോ ആ പുരുഷൻ ഇവരെ കൊണ്ട് ഒരു ക്യാരക്ടറിന് ഒരു റെലവൻസും ഇല്ലാത്ത രൂപത്തിൽ ഞങ്ങളെ കൊണ്ട് ഐറ്റം ഡാൻസ് കളിപ്പിക്കുന്നു. ഇതൊക്കെ ഇവർ വന്ന് പറയുന്നതാണ്. ഈ ഐറ്റം ഡാൻസിലും ഈ എക്സ്പോസ്ഡ് ബോഡീസിൽ നിന്നുമുള്ള ഫാഷൻ ട്രെൻഡ്സിനെയാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ ഔട്ട്ഫിറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പൊ അത് അവരുടെ മേലെ വരുന്ന ഒരു പ്രഷറാണ്. എന്നിട്ട് അവര് പറയുന്നത് എന്റെ ചോയ്സ് ആണ്. സത്യത്തിൽ അത് അവരെ ചോയ്സ് അല്ല. അവരൊരു ശരിക്കും ഒരു പുരുഷാധിപത്യത്തിന്റെ അടിമയായിക്കൊണ്ട് വസ്ത്രം ധരിക്കുകയാണ്. അപ്പൊ ആ പുരുഷന്റെ അടിമയാകണോ അതല്ല സൃഷ്ടിച്ച ദൈവത്തിന്റെ അടിമയാകണോ എന്നൊരു ചോയ്സ് ആണ് അവിടെ പെണ്ണിന്റെ മുമ്പിലുള്ളത്. മാത്രമല്ല അതിൽ രഞ്ജിത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, എവിടെ സ്ത്രീകളെ, എവിടെ അതിക്രമം, എവിടെയും ചോദിച്ചിട്ടുണ്ടല്ലോ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ അതിന് തെളിവാണ്. കാരണം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ മോഡലായി കാണുന്നതാണ് സിനിമാ നടികൾ. അവര് പീഡിപ്പിക്കപ്പെടുകയാണ്. അത് തന്നെ രഞ്ജിത്തിന്റെ ചോദ്യത്തിന് മറുപടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ നിങ്ങളെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഐറ്റം സോങ്സ് ഈ ഒരു പദം ഉണ്ടല്ലോ സിനിമയിലൊക്കെ. അപ്പോ അത് പറയാനുള്ളത് അത് ശരിക്കും ഐറ്റം സോങ്സ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടം വരെ നിങ്ങൾ പഴയകാല സിനിമയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കോമഡിയില് ഒരു പെണ്ണിനെ മോശമാക്കി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് ഐറ്റം എന്ന് പറയുന്നത്. അതേപോലെ ഐറ്റം ഡാൻസ് എന്ന് പറയുന്നത് അത് വരുന്ന പെണ്ണ് ഏതോ സെക്ഷുവലി ആം റെഡി എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള സ്ത്രീയാണെന്ന രീതിയിലുള്ളൊക്കെ സംസാരങ്ങൾ. ഞാനത് വാക്കിന് ഉപയോഗിക്കുന്നില്ല, താഴെയുള്ള എല്ലാവർക്കും മനസ്സിലാവും, ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അത്ര വേർഡുകൾ ഉപയോഗിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് സംഭവം, ഇപ്പൊ ആ ഒരു ഐറ്റം ഡാൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഒന്നുകൂടി അവരൊന്നിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ബ്യൂട്ടിഫൈസേഷൻ നിൽക്കുന്നുണ്ട്.
അവരവർ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറയണമെങ്കിൽ പണ്ട് പറഞ്ഞത് സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. സിനിമയിൽ നായകന്റെ കൂടെ നാടിപ്പടം നായകന്റെ ഹീറോയിസം കാണിക്കാനും നായകനിലേക്ക് സ്ത്രീകൾ അട്രാക്റ്റീവ് ആണെന്ന് കാണിക്കാനും എന്ന രീതിയിൽ കാണിക്കുന്നു പറയും. ഇപ്പൊ അവർ നേരെ കുറച്ച് നിന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞിട്ട് അത് ഐറ്റം സോങ്സ് എന്ന് പറയുന്നത് സ്ത്രീകൾ എക്സ്പോസ് ചെയ്യുന്നത് അത് പുരുഷന്മാർ കാണുന്നതിന് പ്രശ്നമാണ്. സ്ത്രീകൾ അങ്ങനെ ഡാൻസ് കളിക്കാനും എക്സ്പോസ് ചെയ്യാൻ അവകാശമുണ്ട്, നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം സ്ത്രീകളെ മിസ്യൂസ് ചെയ്യരുത്, സ്ത്രീകളെ സിനിമയിലേക്ക് യൂസ് ചെയ്യും, അവർ അഭിനയിപ്പിക്കുമ്പോഴൊക്കെ അവരുടെ ഇത്തരം കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ നടന്മാര് ഡയറക്ടേഴ്സ് ആയ സമയത്ത് ഇതേപോലെ തന്നെ ഉപയോഗിച്ചതായിട്ടും കാണാൻ സാധിക്കും. ഈവൻ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, ജസ്റ്റ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സിനിമ ഡയറക്ടർ ഒരു സ്ത്രീയാണ്. അവര് ഒരു പ്രമുഖ നടൻ, ഈ പ്രമുഖ നടന്നൊക്കെ പറഞ്ഞു പറ്റും, അതുകൊണ്ടാണ് പ്രമുഖ നടന് മലയാളത്തിൽ അഭിനയിച്ച സമയത്ത് അദ്ദേഹം ഒരു സ്ത്രീയോട് മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു സീൻ ഉണ്ടായപ്പോ ഒരു 3-4 പേര് സ്ത്രീകളെ കൂട്ടായ്മ കൂടിച്ചേർന്ന് WCCയിൽ അവർ കൂടിച്ചേർന്നിരുന്നിട്ട് ആ നടന്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ എതിർക്കുന്നുണ്ട്. ഇനി അതിന് ആ സമയത്ത് സ്ത്രീയെ ഒബ്ജക്ടിഫിക്കേഷൻ ചെയ്യരുത് എന്ന് പറഞ്ഞ അതേ സംവിധായക പുതിയൊരു പടം ഡയറക്ട് ചെയ്തിട്ട് അതിന്റെ ടീസർ പുറത്തിറങ്ങിയ സമയത്ത് ട്രോൾ കൊണ്ട് കളിയായിരുന്നു. കാരണം എന്താ, അതിലെ സ്ത്രീയെ മാക്സിമം ഒബ്ജക്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇവര് പറയുന്നത് വേറെ, ഇവര് ചെയ്യുന്നത് വേറെ. അപ്പൊ അപ്പൊ ഒരു സൈഡ് ചെയ്യുമ്പോൾ അത് ഇവരുടെ സ്വാതന്ത്ര്യവും, അതേ സമയത്ത് മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് എന്തായി മാറുകയാണ്, അത് ഒബ്ജക്ടിഫിക്കേഷനുമായിട്ട് മാറുകയാണ്. സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഇത് ലാഭത്തിന് വേണ്ടിയിട്ടുള്ള സ്ത്രീകളെ മേലെയുള്ള അതിക്രമം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു സ്ത്രീക്ക് ഒരു ഐറ്റം എന്നൊക്കെ പറയുക, ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞ ഈ വേർഡ് യൂസ് ചെയ്യുന്നത് പോലും പാടില്ല. അതൊക്കെ സർക്കാർ നിരോധിക്കുന്ന വേർഡാണെന്ന് ഞാൻ പേഴ്സണലി പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഒരു പഠനത്തില് അതിനകത്ത് ഡേറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ഡേറ്റിങ്ങിന് അമേരിക്കയിൽ നടന്ന പഠനങ്ങൾക്കാണല്ലോ അത് വിഷയം. അപ്പം ഡേറ്റിങ്ങിന് പോകുന്ന പെൺകുട്ടികൾ ഒരു പുരുഷനെ ഒരു സ്ത്രീയെ ഏതെങ്കിലും ആപ്പ് വഴി പിക്ക് ചെയ്ത് ഡേറ്റിന് കൊണ്ടുപോകുമ്പോൾ അവര് നോക്കുമ്പോൾ ആ പെണ്ണിന്റെ വസ്ത്രധാരണ ഇവള് ഇന്ന് സെക്ഷൻ അവൈലബിൾ ആണോ എന്നുള്ള വിഷയത്തിൽ അവന് കൺഫർമേഷൻ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചില നേരിയ വസ്ത്രങ്ങളും ഇറുകിയ വസ്ത്രങ്ങളും ധരിക്കുന്ന പെൺകുട്ടികൾ ഇന്ന് ഫസ്റ്റ് ഡേറ്റിൽ തന്നെ സെക്ഷൻ അവൈലബിൾ ആണ് എന്ന രീതിയിലുള്ള ചിന്ത പുരുഷനിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നും ഈ പഠനം പറയുന്നുണ്ട്, ഞാൻ പറയുന്നതല്ല. ഓക്കെ, അപ്പം ഇനി നേരത്തെ പറഞ്ഞ ചോയ്സിന്റെ കാര്യം, ഇപ്പൊ ഇവരെ സാധാരണ പറയുന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ ചോയ്സ് ആണ് ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിങ്ങളെ ചോയ്സ് അല്ല, ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാണ് നിങ്ങളെ. ഓക്കെ, സൊസൈറ്റി നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യണം, നിങ്ങൾ സോഷ്യൽ മീഡിയ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാണ്, അതല്ലാതെ നിങ്ങൾ ചൂസ് ചെയ്ത് വരുന്ന സംഭവമല്ല. അങ്ങനെ നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്യണ്ടേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇവിടെ കാണുന്ന മാക്സിമം ഡ്രസ് സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ ഓക്കെ, സമ്മതിച്ചു, എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ. അങ്ങനെയല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. ഇവിടെയുള്ള ആളുകൾ ഡിഫറൻസ് കൊണ്ടുവരും, അതേ ആശയം തന്നെ നിങ്ങൾ കൊണ്ടുനടക്കുന്നത്. അതും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയകളിലൂടെ വരുന്ന ഓരോ കാര്യങ്ങളും അത് വെച്ചുകൊണ്ടുള്ളതാണ് നിങ്ങൾ എടുക്കാറുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇനി പറഞ്ഞോളൂ അമീർ ഖാൻ. അല്ല, അതില് പിന്നെ ഈ പുരുഷന്റെ ഇതിലുള്ള ഇപ്പൊ ഇത് പറഞ്ഞല്ലോ, ഇപ്പൊ ജുനൈദ് കാഴ്ച ഇതിന്റെ അതിന്റെ ഒരു എക്സാമ്പിള് ഈ പ്ലേ ബോയ് മാഗസിന് 1953 ആണ് ഈ ഹെഫ്മറിന്റെ പ്ലേ ബോയ് മാഗസിൻ ഇറങ്ങുന്നത്. അപ്പൊ പ്ലേ ബോയ് മാഗസിൻ എന്നുള്ളത് സത്യത്തിൽ ഈ ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസ് പ്രത്യേകിച്ച് US ഒരു സെക്ഷൽ റവല്യൂഷന്റെ തുടക്കത്തിലേക്ക് ഭയങ്കര കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു മാഗസിൻ ആണ്. അപ്പൊ പ്ലേ ബോയ് മാഗസിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു വെച്ചാല് അതിന്റെ സെന്റർ സ്പ്രെഡ് ആയിരുന്നു. അതായത് ആ മാഗസിന്റെ സെന്റർ പേജ് എന്ന് വെച്ചാല് ഒരു ഓൾമോസ്റ്റ് ഒരു 80-90% ന്യൂഡിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു പെണ്ണിന്റെ ഫുൾ കളർ ഫോട്ടോ ആയിരുന്നു അതിന്റെ ഒരു ഹൈലൈറ്റ് എന്നുള്ളത്. ശരിക്കും ആ ഒരു മോഡലിനെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു 2000 കാലഘട്ടത്തിലുള്ള സിനിമ മാഗസിനൊക്കെ സെന്റർ സ്പ്രെഡ് ഇറക്കിയിരുന്നത്. അന്ന് അവരാണ് അതിന്റെ ആ തുടക്കം കുറിച്ചത്. അന്ന് എനിക്കൊണ്ട് മർലിൻ മൺറോ അടക്കം പിന്നെ അതിന്റെ സെന്റർ സ്പ്രെഡിൽ വന്നിട്ടുണ്ട്. ഒരു കാലത്ത് US-ല് അതിന്റെ ഒരു മാസത്തിൽ ഒരു മാഗസിൻ ഇറങ്ങുള്ളൂ. അപ്പോ ഒരു കൊല്ലത്തിൽ 12 മാഗസിൻ. അപ്പൊ 12 പെണ്ണുങ്ങൾക്കാണ് ഈ പ്ലേ ബോയ് സെൻട്രൽ സ്പ്രെഡില് വരാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടി മത്സരിക്കുമായിരുന്നു. അപ്പൊ ഓരോ കൊല്ലം ബെസ്റ്റ് പെണ്ണിനെ തെരഞ്ഞെടുക്കും എന്ന്. അതിന്റെ ഒരു മാർക്കറ്റ് കണ്ടിട്ട്, ഒരു ബിസിനസ് മാർക്കറ്റ് കണ്ടിട്ട് വേറൊരു ആള് എന്ത് ചെയ്ത്
ഒരു 10-20 വർഷം കഴിഞ്ഞ് 73 ഒരു പ്ലേ ഗേൾ മാഗസിൻ തുടങ്ങുന്നുണ്ട്. പ്ലേ ബോയ് മാഗസിൻ എന്ന് വെച്ചാൽ ഫുള്ള് സ്ത്രീകളുടെ ന്യൂഡിറ്റിയും ഇതൊക്കെ ചെയ്തില്ല. കാരണം അതിന്റെ അത് വാങ്ങുന്നവര് മുഴുവൻ പുരുഷന്മാരാണ്. അപ്പൊ ഇദ്ദേഹം ഒരു പ്ലേ ഗേൾ മാഗസിൻ തുടങ്ങി. അപ്പൊ പ്ലേ ഗേൾ മാഗസിനിൽ അതേപോലെ സെൻട്രൽ സ്ക്വാഡ് ഉണ്ട്. അവിടെ ഒരു പുരുഷന്റെ ന്യൂഡിറ്റി ഉള്ള ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സാധനം. സത്യത്തിൽ അതിനത്ര മാർക്കറ്റ് കിട്ടിയില്ല. അത് പിന്നെ മാർക്കറ്റിലെ സാമ്പത്തികമായിട്ട് തകർച്ചയിലേക്ക് പോയി. പിന്നീട് അതിന്റെ വേറൊരു വശം എന്താന്ന് വെച്ചാല് ഒരു ഗേ കമ്മ്യൂണിറ്റിയാണ് പിന്നെ അത് ഏറ്റെടുത്തത് എന്നൊക്കെയാണ് പിന്നെ നമ്മുടെ ചരിത്രത്തിലേക്ക് കാണുന്നത്. അപ്പൊ അവിടെ പെണ്ണിന്റെ ന്യൂഡിറ്റിക്ക് മാർക്കറ്റിൽ എന്തുണ്ട്? മാർക്കറ്റിൽ എപ്പോഴും അത് വാങ്ങാൻ ആളുടെ ഡിമാൻഡ് ഉണ്ട്. പക്ഷെ ഒരു പുരുഷന്റെ ന്യൂഡിറ്റിക്ക് മാർക്കറ്റിൽ ആ ഒരു ഡിമാൻഡ് ഇല്ല എന്നുള്ളത് കാണുന്ന ഒരു റിയൽ എക്സാമ്പിൾ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. ഇതില് പിന്നെ ഈ രഞ്ജിത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് പിന്നെ ഇതൊക്കെ പ്രശ്നമാണ്, നിങ്ങൾ പറയുന്ന പോലെ ഒക്കെ പ്രശ്നമാണ് എങ്കിൽ ഇപ്പം ന്യൂഡായിട്ടുള്ള പെണ്ണിനെ കണ്ടാൽ പുരുഷന് പ്രശ്നമാവുകയും അത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിന് കാരണമാവുകയും ചെയ്യുമെങ്കിൽ എന്തുകൊണ്ട് ചെറിയ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം അന്ന് പ്ലേ ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ഡിസ്കഷനിലോട്ട്. വിചാരം അല്ലെങ്കിൽ ബലാത്സംഗം നിഷിദ്ധമാകുന്നു ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളെല്ലാം മതം മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും അതെല്ലാം നിഷിദ്ധമാണ്, നല്ലതല്ല. അതിലേക്കുള്ള സാമൂഹ്യ സാഹചര്യങ്ങളെ കൂടി നിരുത്സാഹപ്പെടുത്തുകയോ നിരോധിക്കുകയോ ചെയ്യും. ഇസ്ലാമിൽ വ്യഭിചാരം എന്നുള്ളത് എടുക്കാം. വ്യഭിചാരം അല്ലെങ്കിൽ ബലാത്സംഗം അതിന്റെ ഒരു എക്സ്ട്രീമിൽ പോകുന്ന വേറൊരു കാര്യം. അങ്ങനെയുള്ള കാര്യം ഇസ്ലാമിൽ പൂർണ്ണമായും നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലേക്കുള്ള വഴികൾ നമ്മൾ വസീല എന്ന് പറയും. അതിലേക്കുള്ള വഴികൾ കൂടി എന്ത് ചെയ്യും? ഇസ്ലാം അടക്കും. ഒരു തെറ്റ് മാത്രമല്ല, തെറ്റിലേക്കുള്ള വഴികളും അടക്കും. അവിടെയാണ് ഇപ്പൊ വ്യഭിചാരം, അന്യരായ ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് പൂർണ്ണമായും നിഷിദ്ധമാണ്. അത് ലൈംഗിക ബന്ധം മാത്രം നിഷിദ്ധമാക്കിയത് കൊണ്ട് കഴിയില്ല. അതിന്റെ തുടക്കം എവിടെയാണ്? അനാവശ്യമായ നോട്ടങ്ങളിലൂടെയും കമന്റടികളിലൂടെ ആയിരിക്കും. ആ നോട്ടം പാടില്ല. പുരുഷനോട് ആദ്യം പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളെ രണ്ടാമതൊരു കാഴ്ചയോടുകൂടി നോക്കാൻ പാടില്ല. അങ്ങനെ അത് ഇതാക്കുന്നു. അത് ഒരു വഴിക്ക്. മറുഭാഗത്ത് സ്ത്രീകളോട് പറയുന്നു, പുരുഷന്മാർക്ക് അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം നിങ്ങളും ഒഴിവാക്കണം. അങ്ങനെയുള്ള വേറെ സ്ഥലങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് സ്ത്രീകൾ മാത്രമല്ല, ഇപ്പൊ ചെറിയ കുട്ടികളായിട്ടുള്ള ആൺകുട്ടികൾ എല്ലാം മെഷർ എടുക്കാൻ തീർച്ചയായും പീഡനങ്ങൾ ഒഴിവാക്കാനുള്ള മെഷേഴ്സ് അവർക്ക് ഇതേപോലുള്ള വസ്ത്രധാരണം മതിയോ? അല്ല, ഈ നിരക്ക് ഈ ആൺകുട്ടികൾ ഇങ്ങനെയുള്ള നിരം പുരോഗമിക്കുന്നുണ്ടെങ്കിൽ സ്കൂളുകളിലൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന ആൺകുട്ടികളുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞിട്ട് കിടക്കണമെന്ന് പറഞ്ഞല്ലോ. അതായത് ഇങ്ങനെയുള്ള ഞരമ്പ് നമുക്ക് ചോദിക്കുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ. കാരണം അതിലേക്കുള്ള വഴികൾ, അതിലോട്ട് പോകാനുള്ള വഴികൾ, സാഹചര്യങ്ങൾ ഇല്ലാതാക്കണം എന്നൊക്കെ വിശദീകരിക്കുമ്പോൾ രഞ്ജിത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, ചെറിയ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നില്ലേ, പിന്നെ ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നില്ലേ, അതിനൊക്കെ പരിഹാരം അവർ പറഞ്ഞിട്ട് നടക്കണം. എങ്ങനെയാണ് അമീർ അതിനെ റെസ്പോണ്ട് ചെയ്യുക? എനിക്കൊണ്ട് നമ്മള് മുമ്പും വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. പിന്നെ ഒരു ഭയങ്കര സെക്ഷലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളില് സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടുന്നതാണ്. കാരണം ഈ പിന്നെ ഒരു ഫീമെയിൽ ന്യൂഡിറ്റി നമ്മള് അതിന്റെയൊക്കെ ഒരുപാട് കണക്കുകളുണ്ട്. ഒരു ദിവസം ഒരു പുരുഷൻ എത്ര ഒരു വിമൺ ന്യൂഡിറ്റിക്ക് മുമ്പിൽ എക്സ്പോസഡ് ആവണുണ്ട് എന്നുള്ളത്. അത് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറക്കണമെന്ന് പോലുമില്ല. നമ്മള് പിന്നെ റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ ഒരു ദിവസം നമ്മൾ കടന്നു പോകുന്ന ഒരു പെണ്ണിന്റെ ഒരു സെക്ഷൽ ന്യൂഡിറ്റി എത്രത്തോളം എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, സെക്ഷൽ തോട്ട്സ് എത്രത്തോളം നമ്മുടെ ചിന്തകളിലൂടെ, ഒരു പുരുഷന്റെ ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇപ്പൊ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഉണ്ട് സൈക്കോളജിയിലെല്ലാം. അതില് പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിലുള്ള സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആൻഡ് അഗ്രഷൻ തിയറി ഒക്കെ ഉണ്ട്. അപ്പോ ഇപ്പൊ റീസെന്റ് വന്ന പഠനങ്ങൾ, എനിക്കൊണ്ട് 2020s ശേഷം വന്ന പഠനങ്ങൾ തന്നെ ഉണ്ട്. അതിലൊക്കെ എന്താ വെച്ചാല് എന്താണ് ഈ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി എന്ന് വെച്ചാൽ, നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായാൽ അത് ചിലപ്പോ നമ്മള് ഒരു ഡിസ്പ്ലേസ്ഡ് ആയിട്ട് അതിന്റെ അഗ്രഷൻ, ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായാലും അതിന്റെ അഗ്രഷൻ നമ്മൾ കാണിക്കും. ഒരു സ്ഥലത്തുനിന്ന് എന്തെങ്കിലും പിന്നെ ഒരു ഇറിറ്റേഷൻ ഉണ്ടായാൽ അതിന്റെ ദേഷ്യം നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യും, പ്രകടിപ്പിക്കും ആളോട്. പക്ഷെ ഒരു ഡിസ്പ്ലേസ്ഡ് പിന്നെ അഗ്രഷൻ എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്തു നിന്നുണ്ടായ ഫ്രസ്ട്രേഷൻ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി തീർക്കുന്നതാണ് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ എന്ന് പറയുന്നത്. ഓഫീസിൽ നിന്ന് ബോസിന്റെ കയ്യിൽ നിന്ന് ചീത്ത കിട്ടു, അതൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി അതിന്റെ അഗ്രഷൻ തീർക്കുന്നത് വീട്ടിൽ പോയിട്ട് ഭാര്യനോടായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവിനോടായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളോടായിരിക്കും. ഇതിനാണ് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ എന്ന് പറയുക. ഇതേപോലെ തന്നെ സെക്ഷൽ ഫ്രസ്ട്രേഷനിൽ തന്നെ ഇതേപോലെ ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ നടക്കും. ഒരാള് പിന്നെ സെലിബ്രിറ്റീസിന്റെയും അതേപോലെ തന്നെ മോഡൽസിന്റെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു വിമൺ ന്യൂഡിറ്റി കണ്ട് ഒരുപാട് എക്സ്പോസ്ഡ് ആയ അയാളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ട്.
ആ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അയാൾ ചിലപ്പോൾ ഒരു ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ ആയിട്ട് അയാൾക്ക് വളരെ ഈസിലി അവൈലബിൾ ആയ ഒരു ടാർഗറ്റിൽ അയാൾ പ്രയോഗിക്കും. കാരണം അത് ആ കൺട്രോൾ കിട്ടാത്ത എന്നൊക്കെ അതിൽ പറയുന്നുണ്ടല്ലോ, ആ കൺട്രോൾ കിട്ടാത്ത അവസ്ഥയിൽ ഈസിലി അവൈലബിൾ ആയ ഒരു ടാർഗറ്റിൽ, കാരണം മറ്റേ ടാർഗറ്റ് ഒന്നും അയാൾക്ക് അവൈലബിൾ ആവില്ല. അതൊരു സെലിബ്രിറ്റി ആവാം, അത് ഒരു വലിയ മോഡൽ ആവാം, അതൊരു സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആവാം, അല്ലെങ്കിൽ മറ്റ് ചിത്രങ്ങളാവാം, അയാൾ കാണുന്ന ഫോൺ വീഡിയോസിലുള്ള ആളാവും. അതൊന്നും അയാൾക്ക് അവൈലബിൾ അല്ല, അപ്രോച്ചബിൾ അല്ല. അപ്പൊ അയാൾക്ക് അപ്രോച്ചബിൾ ആയ അവൈലബിൾ ആയുള്ള ആള് അയാളെ മുമ്പിലുള്ള ചെറിയ പെൺകുട്ടികളാവാം, ചെറിയ ആൺകുട്ടികളാവാം, പ്രായമുള്ള സ്ത്രീകളാവാം, ആരും ആവാം, അല്ലെങ്കിൽ വളരെ വീക്കായ സ്ത്രീകളാവാം, കുട്ടികളാവാം. അപ്പൊ അതിലേക്ക് അയാൾ പ്രയോഗിക്കണം. അപ്പൊ അത് ആ ഡിസ്പ്ലേസ്ഡ് ആണ്. അതിന്റെ കാരണം ആരാന്ന് ചോദിച്ചാൽ ഈ സെക്ഷലി എക്സ്പോസഡ് ആയ, അല്ലെങ്കിൽ പിന്നെ ഇത്രയും ലൈംഗികമായി പൊല്യൂട്ടഡ് ആയ, സെക്ഷലി പൊല്യൂട്ടഡ് ആയ ഒരു സൊസൈറ്റിയാണ് ഇത്തരം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളെ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു കാരണം. അപ്പൊ അവിടെ നമ്മൾ ആ ഒരു പൊല്യൂഷനെ, സെക്ഷൽ പൊല്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതൊന്ന് നമ്മളെ പല വീട്ടിലും സ്വന്തം പെൺമക്കള് വരെ പീഡിപ്പിക്കപ്പെടാൻ ഇതൊക്കെ ആയിരിക്കും ഒരു കാരണം അല്ലേ, ഒരു പരിധി വരെ. ഈ പോൺ അഡിക്ഷനും എന്നൊരു അത്തരം കേസുകൾ ഒരുപാടുണ്ട്. ഇപ്പോ എനിക്കറിയാം, എന്റെ മുമ്പിൽ വന്നൊരു കേസ് ഉണ്ട്. അതായത് ഈ പോൺ വീഡിയോസ് കണ്ടിട്ട് പിന്നെ സ്വന്തം സിസ്റ്ററോട് ഇത്തരത്തിൽ ഒരു ബിഹേവിയർ അവർ കാണിച്ചത്. എന്താ വെച്ചാല് നോർമലി നമ്മൾ സിബ്ലിങ്സിന്റെ അടുത്ത് ഇത് കാണിക്കൂല. കാരണം എന്താ വെച്ചാല് അത് നമ്മൾ ജനിച്ചു വരുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു പിന്നെ ഒരു ആയിട്ടുള്ള ഒരു ഇതുണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു കോറസിഡൻസ് എന്നൊക്കെ പറയും. അപ്പൊ നമ്മള് ഒരേ വീട്ടിൽ വളരുന്ന, ചെറുപ്പം തൊട്ടേ വളരുന്നവര്, അതേപോലെ തന്നെ ഈ നമ്മുടെ സിബ്ലിങ്സിന്റെ ഉമ്മന്റെ ഈ ഗർഭധാരണം, പ്രസവമൊക്കെ കണ്ട് വളർന്ന കുട്ടികളുടെ സെക്ഷൽ അവേർഷനാണ് ഉണ്ടാവുക. അവർക്ക് സെക്ഷലി അട്രാക്ഷൻ തോന്നൂല. പക്ഷെ ഈ ഫ്രസ്ട്രേഷൻ കൂടി ഇത്തരം പോൺ വീഡിയോസ് കണ്ട് ഫ്രസ്ട്രേഷൻ കൂടിയിട്ട് സ്വന്തം സിസ്റ്ററോട് പോലും ഈ രൂപത്തിലൊക്കെ കാണിക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ അത് ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നതാണ്. അവരെ ഹൈപ്പർ സെക്ഷുവാലിറ്റിയിലേക്ക് പോവാണ്. അപ്പൊ ഒരുപാട് പോൺ വീഡിയോസ് കാണുന്ന ഒരാള് ഒരു കമ്പൾസീവ് സെക്ഷൽ ഡിസോർഡർ, ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്നൊക്കെ പറയും. അത് ഇപ്പൊ ICD-11 രേഖപ്പെടുത്തിയ മെന്റൽ ഡിസോർഡർ ആണ്. ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റിയിലേക്കൊക്കെ എത്തുന്ന ആളുകളിൽ നിന്നാണ് നമ്മൾ സത്യത്തിൽ ഇങ്ങനത്തെ ഈ കുട്ടികളോടുള്ള അതിക്രമം, അതേപോലെ തന്നെ സ്ത്രീകളോടുള്ള അതിക്രമമൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റിയിൽ വരുന്ന ഡിസോർഡറുള്ള ആളുകളാണ്. പക്ഷെ ഇവരെ നമ്മൾക്ക് ഇങ്ങനെ ഒരു നോട്ടത്തില്ല, ഇയാൾക്ക് ഹൈപ്പർ സെക്ഷുവാലിറ്റി ആണ്, ഇയാൾക്ക് ഇങ്ങനെ ഡിസോർഡർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അയാളെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ജനീല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇസ്ലാമിലെ ഈ വസ്ത്രധാരണത്തെയും ഇതിനൊക്കെ വിമർശിക്കുന്ന ഈ പറഞ്ഞ നിരീശ്വരവാദികളും ഫ്രീ തിങ്കേഴ്സും ആണ്. അവർ തന്നെയാണ്, ഇതൊക്കെ തന്നെയാണ് നേരത്തെ അമീർ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ പോലും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടാൻ, അല്ലെങ്കിൽ പെങ്ങന്മാർ പീഡിപ്പിക്കപ്പെടാൻ ഒരു കാരണം എന്ന് പറയുന്നത്. അവരാണ് മറ്റൊരു വേദിയിൽ അമ്മയുമായും പെങ്ങളുമായും ഭോഗിക്കാം എന്ന് പറയുന്നത്. അപ്പൊ ഇവരുണ്ടാക്കുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വിപത്ത് അത്രത്തോളം വലുതാണ് അല്ലെ. അതെ, ഇവര് കൺസെന്റ് ഉണ്ടെങ്കിൽ ആർക്കും ആരോടും എപ്പോഴും ബന്ധപ്പെടാന്ന് പറയുന്ന ആളുകളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നേരത്തെ ബാസിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇവൻ കൺസെന്റ് ഉണ്ടെങ്കിൽ പോലും വ്യഭിചാരം പോലും ഇസ്ലാമില് ഹറാമാണ്, നിരോധിക്കപ്പെട്ടതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പൊ നമ്മളൊരു പെൺകുട്ടിയെ നോക്കുക എന്നുള്ള വിഷയം കണ്ണ് താഴ്ത്തെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി സമ്മതമുണ്ട്, നേരെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു മോഡലായ ആ തരത്തിലുള്ളൊരു ഈവൻ പോൺ മൂവീസ് ആയാലും ശരി, അതിനുള്ള സംഭവമാണെങ്കിലും ശരി, ആ നോട്ടം എന്ന് പറയുന്നത് അവിടെ ഹറാമാണ്. ആ സമയത്തും പുരുഷനോട് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ണ് താഴ്ത്തുന്ന പറയുന്നത് ഇവൻ ആ പെൺകുട്ടി സമ്മതിച്ചാൽ പോലും. നേരെ മറിച്ച് ആ പുരുഷന് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നോക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഇവന് അനുവദിക്കപ്പെട്ട ചില ആളുകളുണ്ട്. ഇനി ഒരു സ്ത്രീക്കുള്ള ആ സ്ത്രീക്ക് അനുവദിക്കപ്പെട്ട ചില ആളുകളുണ്ട്. അതായത് ഒരു ഭർത്താവ്, വേറൊന്നുമല്ല, ഭർത്താവ് ഭാര്യ തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അള്ളാഹു അനുവദിച്ചിട്ടുള്ള ബന്ധം, ആ ബന്ധം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം നേരെ മറിച്ച് ഇത്തരം ആളുകളുടെ ചിന്തയിൽ വരുന്ന സിന എന്ന് പറയുന്ന ഈ പറഞ്ഞ വ്യഭിചാരം ഒരു തെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഈ അത് മാത്രമാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത് ഏത് എക്സ്ട്രീം ലെവലിലേക്കും പോവാന്നുള്ളതാണ്. ഇപ്പം ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ടുള്ള വിചാരമല്ല അവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്വന്തം വീട്ടിലുള്ള മാതാവുമായിട്ടോ സഹോദരമായിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാമെന്ന് പബ്ലിക്കായിട്ട് പറയണം എന്നുണ്ടെങ്കിൽ, ഒരു വലിയൊരു സമ്മേളനത്തിൽ ഇങ്ങനെ മൈക്കെടുത്ത് ഇങ്ങനെ ഇഫ് ദേ വാണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പും നാണമാനോ വേണമെന്നുള്ളതാണ് ഞാൻ
പേഴ്സണലി മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, കാരണം തിരിച്ചു പോകേണ്ടത് സ്വന്തം വീട്ടിലേക്കല്ലേ, എല്ലാവരും ബോധമാണല്ലോ അറ്റ്ലീസ്റ്റ്. കാരണം അമീർക്ക പറഞ്ഞത് നമ്മള് മിനിമം ഒരു ലെവലുള്ള മനുഷ്യന്, ഒരു മിനിമം ബുദ്ധിയുള്ള മനുഷ്യൻ എന്ത് ചെയ്യില്ല, അതിന് പറയാൻ പോലും താല്പര്യപ്പെടില്ല എന്നുള്ളതാണ്. ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങള് ഒരു എക്സ് മുസ്ലിം ആയിട്ടുള്ള വ്യക്തി, അയാൾ ഫ്രീ തിങ്കർ ആയിട്ടുള്ള വ്യക്തിയുടെ ഈ ഇൻസെസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പോസ്റ്റ് വായിക്കുണ്ടായി. അത് കേട്ട് അത് വായിക്കുന്നവർ ഛർദ്ദിക്കാൻ വരും എന്ന് പറയണ്ട. കാരണം അങ്ങനെ അത്തരത്തിലുള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സ്വന്തം വീട്ടുകാരെ കുറിച്ചാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ഈ ഒരു വിഷയം അവിടെ കിടക്കുന്നുണ്ട് ഈ ലിബറൽസ്, ഈ ഒരു ഫ്രീ തിങ്കേഴ്സ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ നമ്മളിങ്ങനെ പറയെങ്കിലും അവർക്കത് പ്രശ്നമല്ലല്ലോ അല്ലെ. അപ്പൊ ഈ എന്താ പറയാ എസൻസ് ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ അവരെ മനുപ്രസാദം മയക്കെടുത്തു. മനുപ്രസാദിന് പഠിച്ച സംബന്ധിച്ച വിശ്വാസമില്ല, ഒരു ലൈഫേ ഉള്ളൂ. ഈ ലൈഫ് എന്താണ്, ഈ ലൈഫ് അവന് മാക്സിമം എൻജോയ് ചെയ്യാനുള്ള എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. മൈത്രേന് ഇപ്പൊ മൈത്രേന്റെ വിഷയങ്ങൾ ആലോചിക്കും. മൈത്രേനെ കുറച്ച് ദിവസം മുമ്പ് പറയണ അംബാനി മണ്ടനാണ്, അംബാനി പൊട്ടനാണെന്ന് പറയണ. ആര് പറയണത്? ഈ മൈത്രേ. എന്താണ് അംബാനി 5000 കോടി ഉണ്ടാക്കിയാലും അംബാനിയുടെ സ്വന്തം ഭാര്യയായിട്ട് മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുള്ളൂ. അത് വലിയ കുറവാണ്. അത് കാരണം അത് തിരിച്ചു കിട്ടിയപ്പോ തന്നെ, അങ്ങനെയാണെങ്കിൽ പണ്ട് 13 വർഷം സ്വന്തം ഇണയായിട്ട് മാത്രം ബന്ധപ്പെട്ട മൈത്രേൻ പൊട്ടനെ ലയിച്ചപ്പോ മൈത്രൻ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. നമ്മൾ കണ്ടു, കുറെ ട്രോളെ കണ്ടു. അപ്പം ഇവരുടെ ലോകദേശം നിൽക്കുന്ന എങ്ങനെ, ലോകദേശം നിൽക്കുന്നത് ഇതൊരു ലക്കിന് കിട്ടിയിട്ടുള്ള ഒരു ലൈഫാണ്. ഓക്കെ, ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയതോ അല്ലെങ്കിൽ എനിക്ക് ആരും സമ്മാനമായി തന്നതോ അല്ല, ലക്കിന് കിട്ടിയതാണ്, ആക്സിഡന്റിൽ കിട്ടിയതാണ്. ഇങ്ങനെ കിട്ടുന്ന ഉറപ്പൊന്നുമില്ല, ആഫ്റ്റർ ലൈഫില്ല, ഒന്നുമില്ല, പഠിച്ചതിൽ ഒന്നുമില്ല. ഇത്ര എൻജോയ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഇവിടെ മാക്സിമം പ്രഷർ കൂട്ടുക എന്നുള്ളത് ഒരു ചിന്ത മാത്രമേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ കാര്യം, ഈ സെക്ഷുവൽ ആയിട്ടുള്ള ആ ഒരു അറ്റാക്കിലേക്ക് പോകുന്ന വിഷയം മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു രഹസ്യമായിട്ട് പെണ്ണിനെ നോക്കുന്നതോ രഹസ്യമായി ചിന്തിക്കുന്നതോ ഒരു സിനിമ നടിയുടെ കുറിച്ച് മോശമായിട്ട് ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു വിഷയമല്ല. അത് ഞാൻ എന്റെ പുതപ്പിനടിയിൽ ഇരുന്ന് കാണുന്നത് കുഴപ്പമില്ല. അപ്പൊ സിനിമ നടിയുടെ ഒരു പെണ്ണിന് സമ്മതമല്ലാതെ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവരുടെ വസ്ത്രധാരണം എന്തായിക്കോട്ടെ, അവരുടെ സ്വാസ്ത്രത്തിലേക്ക് നോക്കുന്നത് ഞാൻ നോക്കുന്നത് ശരിക്കും ഇവർക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികരമായിട്ട് ഇതെല്ലാം പ്രശ്നമാണെന്നുള്ളതാണ്. റേപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കാര്യം പറയാനായിട്ട് ചില ആളുകൾ പറയും ഇസ്ലാമിൽ റേപ്പില്ല, ഇസ്ലാമിൽ റേപ്പ് ഇഷ്ടമല്ല, ഇസ്ലാമിൽ ആരും റേപ്പ് ചെയ്യാം എന്നൊക്കെ പറയും. ഞാൻ ഇതില് ജസ്റ്റ് ഒന്ന് പറയാട്ടോ. അപ്പം ഷെയ്ഖ് സൽമാൻ അൽ ബജി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്ന അതിപ്പോ നമ്മൾ ഇത് പണ്ഡിതന്മാരുടെ വിഷയങ്ങൾ എടുത്തും കാണാൻ മനസ്സിലാവും. ഇവർ പറയും സ്ലേവ് വുമണെ പിടിച്ച് റേപ്പ് ചെയ്യാം, അത് കുഴപ്പമില്ല. അതേപോലെ തന്നെ റേപ്പ് ഇസ്ലാം തെറ്റല്ല എന്ന് പറയുന്നത്, പുരുഷന് ശിക്ഷ അല്ല എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉള്ള ഒരു ഞാൻ പറയാണെങ്കിൽ, ഒരു പെൺകുട്ടി ഫ്രീ ആയിട്ടുള്ള ഒരു സ്ത്രീ അവള് റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക, ഒരു പുരുഷൻ റേപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, പുരുഷന് ശിക്ഷയുണ്ട്, സ്ത്രീ സേഫാണ്. വ്യഭിചാരം സംഭവിച്ചെങ്കിലും രണ്ടുപേരും അന്യ ആളുകൾ ബന്ധപ്പെട്ടെങ്കിലും ആ പെണ്ണ് ശിക്ഷയല്ല, പെണ്ണിനെ മാറ്റി നിർത്തിയിട്ട് പുരുഷോത്തര ശിക്ഷയുള്ളൂ, കാരണം ഫോഴ്സ്ഫുള്ളി ആയതുകൊണ്ട്. ഇതേപോലെ തന്നെയാണ് ഇത് സ്ലേവ് വുമൺ ആണെങ്കിൽ പോലും, ഇത് ഇസ്ലാമിന്റെ നിയമം അന്ന് മുതൽ ഉള്ളതാട്ടോ. ഇസ്ലാമില് ഒരു സ്ലേവ് വുമൺ ഉണ്ട്, ആ സ്ലേവ് വുമണിനെ ഒരു പുരുഷൻ അവനെ ഫോഴ്സ്ഫുള്ളി അവളെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആ സ്ലേവ് വുമൺ ആയാലും അവൾക്ക് എന്ത് ചെയ്യണം, നഷ്ടപരിഹാരം കൊടുക്കണം. നഷ്ടപരിഹാരം എമൗണ്ട് അതൊക്കെ പറയാൻ ഗവൺമെന്റ് പറയാം, ജഡ്ജ്മെന്റ് അവർ വരിക ചെയ്യുക. അപ്പൊ എത്ര എമൗണ്ട് കൊടുക്കുമെന്ന് പറയും, ആ എമൗണ്ട് കൊടുക്കണം നഷ്ടപരിഹാരമായിട്ട്, പ്ലസ് ഇവരെ ശിക്ഷിക്കുകയും ചെയ്യും. ഈ ശിക്ഷ എന്ന് പറഞ്ഞ ഇസ്ലാമില് റേപ്പിൾ ശിക്ഷ എന്ന് പറഞ്ഞാൽ 2 ജയിലിൽ കൊണ്ടായിട്ട് തിന്നാൻ കൊടുത്തിട്ട് പറഞ്ഞ് മോനെ പോകുന്ന പറഞ്ഞ പരിപാടി അല്ല, നല്ലോണം കിട്ടും, അത് വേറെ കാര്യം. ഓക്കെ, അപ്പൊ അതൊക്കെ ആലോചിക്കുക. ഇനി റേപ്പിസ്റ്റുകൾക്ക് സ്ത്രീകളുടെ വസ്ത്രം ഒരു അട്രാക്ഷനായി മാറുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. സലാമതിക്ക് അനുഭവം പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു. ഇല്ല, പിന്നെ ഇതില് ക്ലിയർ ആണ്. പിന്നെ അതായത് ഒന്നുകിൽ ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഈ ശാസ്ത്രീയ പഠനങ്ങൾ ആവശ്യമൊന്നുമില്ല. അവൻ ഇസ്ലാമില് മതം ഒരു കാര്യം കൽപ്പിച്ചാൽ അത് മതി. ഒരു മുസ്ലിം സ്ത്രീ ഇസ്ലാമിക വേഷം ഫോളോ ചെയ്യാനുള്ള കാരണം മതം പറഞ്ഞതാണ്, അതിന് ശാസ്ത്രീയ പഠനങ്ങൾ ആവശ്യമില്ല. പക്ഷെ അത് ഓക്കെ, നിങ്ങൾ ഇസ്ലാം ഒരു മതം അംഗീകരിക്കാത്തവർക്ക് പോലും ഇവിടെ ശാസ്ത്രീയ പഠനങ്ങൾ വരെ തെളിവാണ്. ഒരു സ്ത്രീ എങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു, പീഡിപ്പിക്കാനുള്ള കാരണം എന്താണ്, അവൾ വസ്ത്രധാരണം എത്രത്തോളം സ്വാധീനം തെളിവാണ്. അപ്പം മതവും അറിയില്ല സയൻസും അറിയില്ല എന്ന് പറയുന്ന മൈത്രേനെ പോലുള്ള ആരിഫിനെ പോലുള്ള ആളുകളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവരെ നമ്മൾ വിട്ടേക്കാം. അപ്പം ബാക്കിയുള്ള ആളുകളോടാണ് പറയുന്നത്. ഞാൻ റൈപ്പിസ്റ്റിന്റെ ഒരു വിഷയം പറയാം. അപ്പൊ നമ്മൾ പറയുന്നത് ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞു, റസൂൽ പറഞ്ഞു എന്നുള്ളത് മതി, അവിടെ തീർന്നു. നേരത്തെ സലാമത്തിക്ക് പറഞ്ഞ പോലെ അതിന്റെ അപ്പുറം നമുക്ക് ചിന്തിക്കണ്ട. അവൻ നിങ്ങളുടെ കണ്ണു കാത്തി
അവിടെ തീർന്നു. കാരണം അള്ളാഹു ആണ് എല്ലാം അറിയുന്നവർ. അള്ളാഹു സ്വാഭാവികമായിട്ട് നമുക്ക് അതിനുള്ള അറിവ് നൽകും. അതിലുള്ള വിഷയങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നു, നമുക്കറിയാം. അത് കേൾക്കുക അനുസരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ പഠനങ്ങൾ പറയുന്നത്, ഇപ്പൊ ഇവിടുത്തെ ആൾക്കാർ സാധാരണ ഈ ഏത്യസ്റ്റുകളും നിബർത്തെ പറയുന്ന കാര്യം, ഞങ്ങൾ സയൻസിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ പഠനത്തിന്റെ ആൾക്കാരെന്ന് പറയും. ഇവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവും ചെയ്യില്ല, ഇവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ഒരു സംസാരിക്കുമ്പോ നിങ്ങൾ ആരിഫുസൈനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, അവരുടെ സംസാരത്തിലൊക്കെ ഈ വർഗീയത പറയുക, അവഹേളനം നടത്തുക, കുറെ മോക്കിംഗ് വേർഡ്സ് യൂസ് ചെയ്യുക എന്നുള്ള ഒരു സ്ഥിരം പരിപാടി അല്ലാതെ ഇതിങ്ങനെ സംഭവങ്ങളുണ്ട്, ഇതിന്റെ പഠനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇന്ന കാര്യങ്ങൾ അവർ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ, ഇന്ന ഒരു സ്പേസിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് കാണിച്ചു തരണ്ടേ? അല്ലെ? സയൻസ് പറയണമെങ്കിൽ സയന്റിഫിക്കലായിട്ട് കാണിച്ചു തരണ്ടേ? ഇസ്ലാം എന്ന് പറയുന്നത് റിയാലിറ്റിയുടെ മതമാണ്, അത് മനസ്സിലാക്കുക. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഫേക്ക് സ്റ്റോറി മാനേജുണ്ടാക്കി മതമല്ല. ഇസ്ലാം എന്നോട് പറയാണ്, സ്ത്രീകളെ നിങ്ങളൊന്നും പേടിക്കണ്ട, സ്ത്രീകളെ പുരുഷന്മാർ കണ്ണുകൾ നോക്കുകയും ചെയ്യില്ല, അവരൊക്കെ മനസ്സിൽ അതൊക്കെ നമുക്ക് ഉടായിപ്പാണ്. പുരുഷന്മാർ ഭയങ്കര മാന്യന്മാരാണ്, സ്ത്രീകൾ പേടിക്കണ്ട, പുരുഷന്മാർ നിങ്ങളെ നോക്കില്ല, നിങ്ങളെ മോശമായിട്ട് ചിന്തിക്കൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ സ്ത്രീക്ക് സന്തോഷമാവും. അയ്യോ അപ്പൊ ഞങ്ങൾക്ക് ഇന്റെ ഡ്രസ് ഇട്ട് കിടക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കിടക്കാം. പക്ഷെ അത് നുണയാണ്. ഈ നുണ പറഞ്ഞിട്ട് ഇസ്ലാമിന് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു അവിടെ റിയാലിറ്റി എന്ന് പറഞ്ഞു തരുന്നത്. അപ്പൊ റിയാലിറ്റി കേൾക്കും. നിങ്ങൾ പെണ്ണായത് കൊണ്ട് പുരുഷന്മാരുമായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പഠനങ്ങളോട് കാണിച്ചത്. സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ കൂടിയിട്ടാണ് ഞാൻ പേഴ്സണലി പറയുന്നത് കേട്ടോ, സ്ത്രീകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഒരു പഠനം തന്നെയാണ്. അപ്പൊ ഞാൻ ഒരു പുസ്തകം കൊണ്ടുവരുന്ന ചിലപ്പോൾ ഒരു പുസ്തകത്തെ റെഫറൻസ് ആയി കൊണ്ടുവരുന്ന വരികണ്ട. ഇത് സംസാരിച്ച് അവര് തയ്യാറാക്കിയ പഠനമാണ്. അത് സാധാരണ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബോഡി അല്ല. ഇത് തയ്യാറാക്കിയത് ഗവൺമെന്റിന്റെ ഓഫീസ് ഓഫ് ജസ്റ്റിസ് പ്രോഗ്രാംസ് ആണ്. നിങ്ങൾ ആ പുസ്തകം നിർത്ത് വായിക്കാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ. എനിക്ക് പറയാനുള്ളത്, റേപ്പിന് സ്ത്രീകൾക്ക് വസ്ത്രധാരണം, ഇപ്പൊ ഇവർ പറയുമ്പോൾ കുട്ടികൾ റേപ്പിന്ന് വെച്ചാല് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ആ കുട്ടിയുടെ വസ്ത്രം കണ്ടിട്ട് ആവണമെന്നില്ലല്ലോ നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തത്. ആ കുട്ടി വസ്ത്രം കണ്ടിട്ട് മാത്രം ആ കുട്ടികളാണ് ഡ്രസ് ഷോർട്ട് സ്കേർട്ടാണ്, നമ്മൾ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് പോവില്ല. ഇതിനു മുമ്പ് കണ്ട സംഭവങ്ങളാണ് ബ്രെയിനിൽ വർക്ക് ചെയ്തിട്ടാണ് അവൻ യൂസ് ചെയ്യുന്നത് ഇവിടെയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ റേപ്പ് ചെയ്ത ആളുകൾക്ക് ഒരു മോട്ടീവായിട്ട് ഉണ്ട് എന്നുള്ളത് ഇപ്പൊ അവർ പറയുന്ന അത് കാണാൻ സാധിക്കും. നൈറ്റിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവളുടെ വസ്ത്രം കുറച്ചൊരു അവര് അട്രാക്റ്റീവായിട്ടും സ്കേർട്ട് പോലെ കുറച്ച് കുറഞ്ഞ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇവർ ഈസി ആയിട്ട് റേപ്പിന് നിന്ന് തരും എന്നുള്ള ഒരു കാര്യം കൂടി അവർ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല കേട്ടോ, ഒന്നും എന്റെ തലയിൽ കൂടെ വെക്കണ്ട, അതൊക്കെ പഠനങ്ങൾ പറയുന്നതാണ്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നിങ്ങളിങ്ങനെ 6-ാം നൂറ്റാണ്ടിലെ കഥ പറയുന്നു പറയേണ്ടത്, ഇതൊക്കെ പഠനങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടി ഇപ്പൊ പുസ്തകത്തിന്റെ ഫോട്ടോ കാണിച്ചു തരുന്നുണ്ട്. ദി റേപ്പിസ്റ്റ് ഫയൽ, ഇന്റർവ്യൂസ് വിത്ത് കൺവിക്റ്റഡ് റേപ്പിസ്റ്റ്. അപ്പം ലീ സൊസ്മാൻ ആൻഡ് സാലി ബോട്ട്വെൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ എഴുതിയിട്ടുള്ള പഠനമാണ്. ഇപ്പൊ ഇത് ജിഹാദി ഫണ്ടാണ്, ഇതിന് ഖത്തർ ഫണ്ടാന്ന് പറഞ്ഞിട്ട് ആരിഫത്തെ വരണ്ട. എന്ത് പ്രശ്നം, നമ്മൾ എന്ത് പഠനം കൊടുത്താലും അത് ഖത്തർ ഫണ്ട്, ഖത്തറിന് പൈസ കൊടുക്കുന്നോ അതെ അറിയിക്കണത്. ഓക്കെ, എന്തായാലും ഞാൻ പഠനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്ര നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് ബാസിലൂടെ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിനെ കൂടെ തന്നെ നമ്മൾ ഇസ്ലാമിക വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം 1 മണിക്കൂറായി. നമുക്ക് വീഡിയോ വല്ലാണ്ട് നീളാൻ പറ്റില്ല. അമീർ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് സംസാരിച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ സംഗതികളെല്ലാം ഒരു ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, പൊതുവിൽ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, അതിൽ തന്നെ പ്രത്യേകിച്ച് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെല്ലാം ഒരു സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് തിന്മ ഒരു നിലക്കും കടന്നു വരാൻ സാധ്യതയില്ലാത്ത വിധം അതിനെ എല്ലാം ക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെല്ലാം ഒരു സെൻസ് ചെയ്യുന്ന രൂപത്തിലുള്ള നിയമങ്ങളാണ് മതങ്ങൾ മുന്നോട്ട് വെക്കുക. മതം എപ്പോഴും അവിടെ ഒരു സോഷ്യൽ ഹെൽത്ത്, ഒരു സൊസൈറ്റിന്റെ ഒരു ഹെൽത്താണ് ഇവിടെ പരിഗണിക്കുക എന്നുള്ളതാണ്. അതിന്റെ മേലെ ഒരു ഇൻഡിവിജ്വലിന്റെ ഫ്രീഡം വരാൻ മതം ഒരിക്കലും സമ്മതിക്കില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഫ്രീഡം ഒരു സൊസൈറ്റിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ മതം അവിടെ ഇടപെട്ടിട്ട് അവന്റെ ഫ്രീഡത്തെ സൊസൈറ്റിനെ കൺസിഡർ ചെയ്തുകൊണ്ട് സൊസൈറ്റിക്ക് പ്രിയോറിറ്റി കൊടുത്തുകൊണ്ട് അവിടെ തടയുന്നുള്ളത്. അതുകൊണ്ടാണ് ഇസ്ലാമില് ഈ ഹോമോസെക്ഷുവാലിറ്റി നിരോധിക്കേണ്ടി വരുന്നത്, വ്യഭിചാരം നിരോധിക്കേണ്ടി വരുന്നതൊക്കെ അതുകൊണ്ടാണ് വരുന്നത്. കാരണം ഇൻഡിവിജ്വലിന്റെ ഫ്രീഡം ഒരിക്കലും സൊസൈറ്റിക്ക് പ്രശ്നമല്ല. കാരണം സൊസൈറ്റി എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അവിടെ ഒരു ഫ്രീഡത്തിന്റെ ഒരു ഇക്വിലിബ്രിയം നിലനിൽക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പൊ ആ നിലക്കാണ്
പിന്നെ ഈ വസ്ത്രധാരണത്തിന്റെയും കാഴ്ചയുടെയും പിന്നെ ജെൻഡർ മിക്സിങ്ങിന്റെയും ഒക്കെ നിയമങ്ങൾ ഇസ്ലാം കൃത്യമായിട്ട് അതിന്റെ വളരെ ഒബ്ജക്റ്റീവായിട്ട് ആ വര എവിടെ വരക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ഇന്നും പ്രസക്താണ്. അത് എന്ന് അവതരിച്ചു എന്നുള്ളതിലല്ല, ഏത് കാലത്തേക്കും അത് പ്രസക്തമാണ് എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു മുസ്ലിങ്ങൾ അതനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. സ്വാഭാവികമായിട്ടും സൊസൈറ്റിയിൽ ഇത് പാലിക്കാത്തത് മൂലമുണ്ടാകുന്ന മോറൽ ഡിക്ലൈന്, ആ മോറൽ ഡിക്ലൈനിൽ സ്വാഭാവികമായിട്ടും മോറലി റെസ്പോൺസിബിൾ എന്നുള്ള നിലക്ക് നമ്മുടെ ഇടപെടൽ സ്വാഭാവികമാണ്, ആളുകളോട് പറയും. അപ്പോ അതൊക്കെ ഈ ഒരു സൊസൈറ്റിന്റെ ഈ ഒരു ഹാർമണി, അതിന്റെ ഒരു ഹെൽത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു വിശ്രമങ്ങളുടെ ഭാഗം. അതാണ് ഇപ്പൊ ഈ ചർച്ചയിലടക്കം ഭാഗത്തിലടക്കം പങ്കുവെക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു ആശയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ഇതിന്റെ പേരിലല്ലേ? ഇൻഷാ അല്ലാ. ഓക്കെ, മഷ്കൂർ. ഓക്കെ.